യെസ് ഡിയർ ഓൾ. ആരൊക്കെ ഉണ്ട് ഇവിടെ? കുറച്ച് പേര് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്ലീസ്, എന്റെ സൗണ്ട് കേൾക്കാമല്ലോ? നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പ്ലീസ്, നിങ്ങൾ മൈക്കൊക്കെ ഒന്ന് ഓണാക്കൂ. കുറച്ചു നേരം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. മൈക്ക് ഓൺ ആക്കിക്കോളൂ കേട്ടോ. മൈക്ക് നിങ്ങളൊന്ന് ഓണാക്കിക്കോ. എല്ലാവരുടെയും മൈക്ക് ഓഫ് ആണല്ലോ. വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഒരു പേഴ്സണൽ മീറ്റിംഗ് പോലെയാണ് നമ്മളിത് വിളിച്ചത്. ഒരുപാട് പേര് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാണ് കേട്ടോ. പറഞ്ഞോളൂ, നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? സംസാരിക്കാം. ഹലോ. യെസ് പ്ലീസ് പറയൂ. എന്റെ ശബ്ദവും എന്നെ നേരിട്ട് കാണാമല്ലോ അല്ലേ? കാണാം കാണാം. യെസ്, എന്തൊക്കെയുണ്ട്? ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ജയൻ എന്നാണ്. ആരാ സംസാരിക്കുന്നേ? പേര് ജയൻ എന്നാണ്. ജയൻ. ഓക്കെ, ജയൻ. ജയൻ എവിടുന്നാ? ഞാൻ കുന്നംകുളം. എവിടെയാണ്? കുന്നംകുളം. യെസ്, കുന്നംകുളം. പറയൂ ജയൻ. കുന്നംകുളം സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ല, കുറച്ച് സമയമായി ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ സ്ട്രാറ്റജി ഒന്നും അറിയില്ല. എല്ലാവരും ഒന്ന് മൈക്ക് ഓൺ ആക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് കുറച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു 1 അവർ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 അവർ, ഈ ഒരു 1 അവർ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉള്ളതാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ജയൻ പറഞ്ഞോളൂ. കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാന് കുറച്ചു കാലമായിട്ട് 2-3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റില് ബിഗിനർ അല്ല, കുറച്ച് സമയമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? റൈറ്റ്, ചെയ്യുന്നുണ്ട്. ഓക്കെ. യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി പഠിക്കാറുണ്ടോ? യെസ്, യൂട്യൂബ് നോക്കി നമ്മള് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുണ്ട്. ഓക്കെ. യെസ്, അടുത്ത ആളാരാ? നമുക്കൊന്ന് പരിചയപ്പെടാം ഫാസ്റ്റ് ആയിട്ട്. അടുത്ത ആളാരും പറയൂ പെട്ടെന്ന്. ഇനി ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് പേര് പരിചയപ്പെടും. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് സെഷനിലൂടെ പോവാം. അത് പോരെ? എന്തായാലും വന്നതല്ലേ നമ്മള്, അപ്പൊ എന്തായാലും കുറച്ചു നേരം സംസാരിച്ചൂടെ? അപ്പൊ അല്ലെങ്കിൽ നമുക്കൊരു റേഡിയോ പോലെ ആയി പോകുമല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് ഈ 1 അവറിന്റെ അകത്ത് എന്തെങ്കിലും ആൻസർ കിട്ടുമോ നോക്കാം. നെക്സ്റ്റ് ഉള്ള ആളാരാ? ആൽബി ബെർണോൾഡ്സ്. ഒന്ന് സംസാരിക്കാമോ? ഹലോ, അതെ. എന്റെ പേര് എബി എന്നാണ്. ഞാൻ ഇപ്പൊ ഉള്ളത് ഇസ്രായേലിലാണ്. ഇസ്രായേൽ, പറയൂ. ഇസ്രായേലിലാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിത് ചെയ്തിട്ടില്ല. ഞാനിത് എവിടെ ആഡ് കണ്ടിട്ടൊന്ന് കയറി നോക്കിയതാ. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് കയറിയതാ. ദാറ്റ് മീൻസ് ഒരു ബിഗിനർ ആണ് അല്ലേ? അതെ, അബ്സല്യൂട്ട് ബിഗിനർ ആണ്. അതെ. സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകം പരിചയമില്ല. ഇല്ല. ഓക്കെ, നമുക്ക് 1 അവർ കൊണ്ട് എന്തെങ്കിലും മനസ്സിലാവുമോ നോക്കാം. അപ്പൊ എബി ബിഗിനർ ആണ്. രണ്ടാമത്തെ ആള് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. പിന്നെ ഞാന് ബാക്കി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നമുക്ക് ആ മൈക്ക് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാത്ത സ്ഥലത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം 1 അവറിനുള്ളിൽ ചോദിച്ചിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളതും. ജി സ്റ്റോക്ക് അക്കാദമിയുടെ ഒരു ആഡ് കണ്ടിട്ട് നിങ്ങൾ വന്നതാണ്. അതായത് 10 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് കണ്ടവർ തന്നെയല്ലേ നിങ്ങൾ എല്ലാവരും? അല്ലേ? അതെ. ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബാക്കിയുള്ള ആളുകള് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? ഓപ്പൺ അപ്പ്, സംസാരിക്കൂ. സംസാരിച്ചില്ലെങ്കിൽ മീറ്റിംഗ് ഒരു രസം ഉണ്ടാവില്ല. സംസാരിച്ചൂടെ ഒന്ന്? അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു എന്താ പറയാ, റേഡിയോ പോലെ, മൻ കി ബാത്ത് പോലെ ആയിപ്പോയില്ലേ എന്താന്നുള്ളത്? ജി സ്റ്റോക്ക് അക്കാദമിയുടെ ഓക്കെ, ആരാ സംസാരിക്കൂ. നമുക്കൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകണം. അതിനുള്ളിൽ പെട്ടെന്നൊന്ന് നിങ്ങളൊന്ന് ഓപ്പൺ അപ്പ് ആയിട്ടൊന്ന് സംസാരിച്ച് പറഞ്ഞേ. അടുത്ത ആരാ? സർ, എന്റെ പേര് അഫ്സല്. ഞാനിപ്പോ കോണ്ടാക്ട് ചെയ്യുന്നത് റിയാദിൽ നിന്നാണ്. ഓക്കെ. ഞാൻ ഈ യൂട്യൂബിലും വീഡിയോസ് നോക്കി കണ്ടപ്പോ ഒരു 1 ഇയർ ആയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. അപ്പൊ കൂടുതലായിട്ട് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇതിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. ഇപ്പൊ ചെറുതായിട്ട് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ആണോ? എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റും ഇൻട്രാഡേയും ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റും ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ പൊസിഷൻ, എന്താ അതിന്റെ? അല്ല, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇപ്പൊ ലോസിലാണ്. ഇൻട്രാഡേ ഞാൻ കുറഞ്ഞ ടൈമിൽ, കുറഞ്ഞ പീരീഡുകളിലേ ചെയ്യാറുള്ളൂ. വീക്കിലി 1-2 പ്രാവശ്യമൊക്കെ ചെയ്യാറുള്ളൂ.
ഫ്രീ Yes. ആവുമ്പോൾ മാത്രമേ ഇത് ഓക്കെ നോക്കാറുള്ളൂ. ഫൈൻ, നോക്കാം. എനിക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ആരൊക്കെ ഇതിൽ ബിഗിനേഴ്സ് ആയിട്ടുണ്ട്, ആരൊക്കെ ഇതിൽ ചെയ്യുന്നവരുണ്ട്, പല പല രീതിയിൽ ആൾക്കാരുണ്ടാവുമല്ലോ. ചിലർ കുറച്ച് പേര് അറിയാം, ചിലർക്ക് ഒന്നും അറിയില്ല സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തോ ആഡ് കണ്ടു, കയറി നോക്കിയതാണ്, എങ്ങനെയുണ്ട് എന്ന് അറിയാൻ. അപ്പൊ ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാ. ശരി, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 അവറിനുള്ളിൽ നമുക്ക് പരിപാടികളെല്ലാം നിർത്തണം. ഹാഫ് അവറിനുള്ളിൽ ഞാനൊന്ന് സംസാരിച്ചു നോക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡൗട്ടുകളിലേക്ക് പോവാം. ഓക്കെ, എന്നാ അങ്ങനെ പോയാലോ നമുക്ക്? ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു കാര്യം പറയാം. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം എന്തായിരിക്കും വരിക? ഷെയർ പല രീതിയിൽ ഷെയർ എന്ന് കേട്ടിട്ടില്ലേ? ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തില് നമുക്ക് വീട്ടിൽ നിന്ന് അവസാനം ഷെയർ കിട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലേ? സ്വന്തം ഷെയർ, എന്റെ ഷെയർ എനിക്ക് കിട്ടി, അങ്ങനെ പറയാറില്ലേ? പാർട്ടീഷൻ, യെസ് ഓർ നോ പറയാറുണ്ടോ? യെസ് ഓർ നോ? ആ, പാർട്ടീഷൻ കിട്ടിയെന്ന്. അപ്പൊ നമ്മൾ എന്താ പറയാ? എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഷെയർ കിട്ടിയെന്നല്ലേ പറയാ? എന്റെ ഓഹരി കിട്ടിയെന്നാ പറയാ. അപ്പോ ഒരുപാട് വലിയ സാധനത്തിൽ നിന്ന് എന്തോ ഒരു ഭാഗം എനിക്ക് കിട്ടി, അതുകൊണ്ട് അത് ഷെയർ ആണ്. റൈറ്റ് അല്ലേ? അല്ലേ? ആ, അപ്പോ ആണല്ലോ, എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. അപ്പോ ഷെയർ കിട്ടിയെന്നാണ് പറയാ. ഞാൻ ഒന്നും ആക്കുന്നുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയുമ്പോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാത്ത ആൾക്കാർ ഒന്ന് സംസാരിക്കണേ കേട്ടോ. അപ്പോ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഓഹരിയാണ്. വലിയത് എന്നതിൽ നിന്ന് ഒരു ചെറിയ ഭാഗമാണ്, ഓഹരിയാണ്, ഷെയർ ആണ്. അതിന്റെ ഒരു മാർക്കറ്റുമാണ്. അപ്പൊ ഓഹരിയുടെ മാർക്കറ്റ്. അപ്പോ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാല് ഓഹരിയുടെ മാർക്കറ്റ്. ഇപ്പൊ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റബിളിന്റെ മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷിന്റെ മാർക്കറ്റ്. അപ്പൊ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓഹരിയുടെ മാർക്കറ്റ്. എന്തിന്റെ ഓഹരിയുടെ മാർക്കറ്റ് എന്നുള്ളതാണ് വിഷയം. വെജിറ്റബിൾസ് ആണ്, വെജിറ്റബിളിന്റെ മാർക്കറ്റ് ആണ് വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയും. ഇവിടെ ഷെയർ മാർക്കറ്റ് ആണ്, ഓഹരിയാണ്. എന്തിന്റെ ഓഹരിയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയുടെ ആണെങ്കിൽ ഇന്ത്യയിലുള്ള കമ്പനികളുടെ ഓണർഷിപ്പ് ആണ് അതിന്റെ ഓഹരി എന്ന് പറയുന്നത്. അതായത് ഓണർഷിപ്പ്, ഒരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഓഹരിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഓണർഷിപ്പിന്റെ ഓഹരികളുടെ മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിലയൻസും ബജാജും ഡാബറും പോലെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ എവിടെയോ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആ വിൽക്കാൻ വെച്ചിരിക്കുന്നതിന് ഒരു വിലയുണ്ട്, മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് നമ്മുടേതായ പൈസ കൊണ്ട്, റിലയൻസിന്റെ വില 2500 രൂപയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓഹരി കിട്ടും ടോട്ടൽ റിലയൻസിന്റെ. അപ്പൊ ആ ഒരു ഓഹരി എന്റെ അല്ലേ? എന്റെയാണ്. വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചാൽ എന്റെയാണ്. അതുകൊണ്ട് തന്നെ റിലയൻസിന്റെ ഒരു ഓഹരി വാങ്ങിച്ചാൽ എന്റെയാണ് റിലയൻസ് എന്ന് പറയാം. ആ ഓഹരിക്കുള്ള പ്രോഫിറ്റ് ഭാവിയിൽ നമുക്ക് കിട്ടും. അപ്പോ ഓഹരി വിപണി എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കമ്പനികളുടെ ഓണർഷിപ്പ് വാങ്ങാനും വിൽക്കാനും വെച്ചിരിക്കുന്ന ഒരു ചന്തയാണ് അത്. അപ്പൊ അവിടെ ചെന്ന് ഏതെങ്കിലും കമ്പനിയുടെ ഒരു ഓഹരി വാങ്ങിയാൽ ആ കമ്പനിയുടെ ഓണർ ആയിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഷെയർ മാർക്കറ്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കമ്പനികളുടെ ഓണർഷിപ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം വാങ്ങിച്ചാൽ ഞാൻ ആ കമ്പനിയുടെ ഓണറാണ്. നമ്മൾ പറയില്ലേ, 1 കിലോ തക്കാളി വെജിറ്റബിൾ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ അത് എന്റെയാണ്. ചിലപ്പോൾ 100 കിലോ തക്കാളി അവിടെ ഉണ്ടാവും. അതിൽ 1 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്റെയാണ് അല്ലെ? ഞാൻ വാങ്ങിക്കൊണ്ട് വരുമ്പോ അത് എന്റെ അല്ലേ? അതേപോലെ 1 കോടി ഷെയർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ റിലയൻസിൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിയാൽ ആ ഒരു ഓഹരിക്ക് ഞാൻ ഓണറാണ്. അങ്ങനെ ഓണർഷിപ്പ് വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു ചന്തയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഷെയർ മാർക്കറ്റിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ചന്തയല്ലേ? ചന്ത എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനം നമുക്കൊന്ന് ഓർമ്മ വന്നാല് ചന്തേനെ കുറിച്ച് പറയുമ്പോ എന്താ ഓർമ്മ വരിക? ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. ബസ് സ്റ്റാൻഡിലുള്ള ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, ഒച്ചയും ബഹളമായിരിക്കും. നോയ്സിയാണ്. ഇവിടെയും നോയ്സിയാണ്. ഓൺലൈൻ ആയിട്ടുള്ള നോയ്സുകൾ ഉണ്ട്, അത് ആൾക്കാരുടെ തലയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോയ്സിയാണ്. ചന്തയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? ലേലം വിളിക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് അല്ലെ? കിലോ 10 എന്ന് പറയും. അപ്പൊ വേറെ ആള് 20 എന്ന് പറയും. അപ്പൊ വേറെ ആൾ 5 എന്ന് പറയും. അപ്പൊ കസ്റ്റമർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ലേലം വിളിക്കുന്ന മാർക്കറ്റാ. ഇവിടെയും ഓൺലൈൻ ലേലം വിളിക്കുന്ന മാർക്കറ്റാ. റിലയൻസ് 2500 എന്ന് പറയും. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ പറയും 2480 തരുമെന്ന് ചോദിക്കും. അപ്പൊ 2485 തരാന്ന് പറയും. അങ്ങനെ ഒരു ഓൺലൈൻ ചന്തയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? കമ്പനികളുടെ ഓണർഷിപ്പ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വില ഏത് കമ്പനികളെ ഐഡന്റിഫൈ ചെയ്യും?
നമുക്ക് അടുത്ത ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ വില കൂടാൻ പോകുന്ന കമ്പനികളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും മാർക്കറ്റില്? അതിന്റെ ഒരു പഠനം ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ ഈ ഓൺലൈൻ മാർക്കറ്റിന്റെ ഒരു ഭാഷ എന്താണെന്നും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. അപ്പോൾ ആ പഠനത്തിൽ പ്രോബ്ലം വരുമ്പോഴാണ് നമുക്ക് ഈ ലോസ് സംഭവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രസന്റ് ആയിട്ടുള്ള ഒരു സെനാരിയോ ഞാൻ പറയട്ടെ. പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷെയർ ഇങ്ങനെ ഈ ഓൺലൈൻ ചന്തയിൽ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ച് നമ്മൾ ഒരു ബ്രോക്കിംഗ് കമ്പനിയിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മളുടെ പൈസക്ക് നമ്മൾ ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് ലോസ് മാത്രമാണ് എന്ന് പറയുന്നത് ഞാനല്ല, ഈ ഷെയർ മാർക്കറ്റിന്റെ അതോറിറ്റിയായ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഷെയർ മാർക്കറ്റിലേക്ക് വന്ന് നിങ്ങളൊരു അക്കൗണ്ട് ഷെയറിന് വാങ്ങിക്കാനും വിൽക്കാനുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെബിയുടെ ഒരു മെസ്സേജ് ആണ് ആദ്യം വരിക. ആ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100-90 പേരും ഫെയിലിയർ ആണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതൊരു സത്യമായിട്ടുള്ളൊരു ഫാക്റ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ 10-9 ഫെയിൽ തന്നെയാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കറന്റ്ലി ഉള്ളൊരു സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഫിറ്റ് ലോസ് പരിപാടികളാണ്. ചില ഷെയർ മേടിക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം പോകും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മളുടെ കൂട്ടുകാർക്ക് ഈ അനുഭവം ഉണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഷെയർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരെ വളരെ ചുരുക്കമാണ്. അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണമെന്നോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയണമെന്നോ നമ്മൾ ആരെങ്കിലോടും സംസാരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലാതെ ഒന്നും കേൾക്കാൻ വഴിയില്ല. കാരണം ചുറ്റുപാടും ആളുകൾക്ക് നെഗറ്റീവ് തന്നെയാണ്. ഇതൊരു സെനാരിയോ ആണ്, മനസ്സിലായില്ലേ? പിന്നെ നമുക്കപ്പോ ഒരു ഉള്ളിന്റെ ഉള്ളില് എന്തുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതിൽ സക്സസ് ആകുമെന്നില്ല, സക്സസ് ആയ ആൾക്കാർ ചരിത്രവും ഇല്ല. പിന്നെ ഇത് പഠിപ്പിക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ഇത് സ്വയം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ പഠിപ്പിക്കാമെന്നുള്ളൊരു വ്യാജേന കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞൊരു അക്കാഡമി നടത്തുന്ന പരിപാടി ഉണ്ട്. അവർക്കൊന്നും അറിയില്ല. അറിയുകയാണെങ്കിൽ സ്വയം ചെയ്ത് കാശുണ്ടാക്കിയാൽ പോരെ എന്നൊരു ഡൗട്ട് നമുക്കില്ലേ? യെസ് പറഞ്ഞോ? ആ ഒരു ഡൗട്ട് ഇല്ലേ? ഇല്ലാണ്ടിരിക്കുവോ? ഉണ്ടോ? ഇല്ലേ? നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പണിക്ക് നിൽക്കാതെ വേഗം കാശ് ഉണ്ടാക്കിയാൽ പോലെ എന്തിനീ പരിപാടിക്ക് നിൽക്കുന്നത്? അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അത് സംസാരിക്കണം, എന്താണ് അത് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ, ചില മലയാളത്തിൽ ചില പഴഞ്ചൊല്ലുകളില്ലേ, മുറ്റത്ത് ചെപ്പിനടുപ്പില്ല, കാള നിൽക്കും കയറോടുന്നൊക്കെ പറഞ്ഞതുപോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു പഴഞ്ചൊല്ലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം, വാങ്ങിയാ വീഴും വിറ്റാ കയറും. അതിനെന്താണ് പിള്ളേരോട് ഇനി മുതൽ ഒരു പഴഞ്ചൊല്ല് ഇതാക്കിയോ, വാങ്ങിയാ വീഴും വിറ്റാ കയറും. അതായത് ആരെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ഷെയർ ഭയങ്കരമായ പഠനം നടത്തിയിട്ട് എന്നാൽ ഇതാണ് വാങ്ങിക്കോ എന്ന് ഏതെങ്കിലും ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വലിയ കോഴ്സ് ചെയ്തിട്ടുള്ള ഒരാൾ ആ ഷെയർ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ വാങ്ങി പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞാൽ ആ ഷെയർ താഴേക്കാം. ഇനി ഇൻ കേസ് എങ്ങാനും വിറ്റ് കുറെ നാള് ക്ഷമിച്ച് ഇത് കയറുമോ നോക്കി കയറുന്നില്ല, അവസാനം ഇത് വിറ്റ് കളയുന്നിട്ട് പിറ്റേ ദിവസം മുതൽ കയറുകയും ചെയ്യും. വാങ്ങിയാൽ വീഴുകയും ചെയ്യും, വിറ്റാൽ കയറുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അതായത് നമ്മളെങ്ങനെ എന്തെങ്കിലും ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അതിന്റെ വില താഴേക്കാ, എങ്ങനെ ഞാൻ ഈ വിറ്റ് കഴിഞ്ഞാലോ അതിന്റെ വില മുകളിലേക്കാ. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ അകത്ത്? ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ല. ശരി, ഇനി വേറൊരു കാര്യം, ഇനിയൊക്കെ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. ഇപ്പൊ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനില് ആളുകള്, ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയും മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള നല്ല സമയമാണ് ഇപ്പോൾ, നല്ല കമ്പനികളൊക്കെ പകുതി വിലക്ക് കിട്ടും. അപ്പോൾ 2500 രൂപയുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള കമ്പനികൾക്ക് ചിലപ്പോൾ 1250 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ 1250 രൂപയ്ക്ക് കയ്യിലുള്ള 5 ലക്ഷത്തിനും 3 ലക്ഷം രൂപത്തിനൊക്കെ നമ്മൾ ഇത് വാങ്ങി വെക്കും പകുതി വിലക്ക് വാങ്ങി വെച്ചിട്ടും പിറ്റേ ദിവസം മുതൽ വീണ്ടും ഇത് താഴേക്ക് പോകുന്നത് കാണാം. കാരണം നമ്മളുടെ മൈൻഡില് സാധാരണ ജീവിതത്തില് മാർക്കറ്റുകളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മളുടെ മൈൻഡില് ഡിസ്കൗണ്ടിന്റെ ഏറ്റവും നല്ല പെർസെന്റേജ് എത്രയാ? പകുതി വിലക്ക് സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോവാറുണ്ടോ? ഇല്ലേ? പകുതി വിലക്ക് സാധനം വിറ്റ് കട കാലിയാക്കുന്നു, പകുതി വിലക്ക് സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിൽ ഏറ്റവും വിലക്കുറവുള്ള ഒരു വമ്പൻ ഓഫറാണ് പകുതി വില എന്ന് പറയുന്നത്, 50%. അപ്പോൾ ഈ തോട്ട് തന്നെ ഷെയർ മാർക്കറ്റിലും
നമുക്ക് ഇടപെടുമ്പോൾ നമ്മുടെ ബ്രെയിൻ തരും. ഒരു ഷെയർ 5000 രൂപയുടെ ഷെയർ നല്ല കമ്പനിയൊക്കെ ആയിരിക്കും, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ആയിരിക്കും ബ്രാൻഡ് അംബാസിഡർ, ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനിയൊക്കെ ആയിരിക്കും. പകുതി വില 2500 എന്ന് കേൾക്കുമ്പോൾ 5000ന്റെ പകുതി 2500 എന്ന് കേൾക്കുമ്പോൾ ചാടി കയറി അതിൽ കയ്യിലുള്ള പൈസക്ക് കംപ്ലീറ്റ് നമ്മൾ വാങ്ങിക്കും, വീണ്ടും ഇത് താഴേക്ക് പോകും. 100 രൂപയുള്ള ഒരു സാധനം 50 രൂപയായി കഴിഞ്ഞാൽ 5 രൂപ ആവില്ല എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, ഇത് പകുതി വിലക്കൊക്കെ പോവാം. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് അല്ലെ? ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലേ? എന്നാ പിന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ. ലൈവ് ട്രേഡ് ചെയ്ത് വല്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ, ലൈവ് ചെയ്ത് ട്രേഡ് ചെയ്ത് കാണിക്കടോ, അപ്പൊ വിശ്വസിക്കാം നിങ്ങൾ നല്ല ഒരാളാണെന്ന്. അങ്ങനെയും ഇല്ലേ കയ്യില്? സാറിനോ ഇല്ലേ? എന്റെ ആൻസർ ഇല്ലേ? ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണോ നിങ്ങള്? അപ്പൊ എന്റെ മുമ്പിൽ നല്ല ഓഡിയൻസ് ആണല്ലോ, ഒന്ന് പറയോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചിന്തയില്ല. ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കുക, എനിക്കൊന്ന് ഞാൻ കണ്ടൊന്ന് വിശ്വസിക്കട്ടെ എന്നിട്ട് ചേരാം നിങ്ങളുടെ പ്രോഗ്രാമിന്. അങ്ങനെയില്ല. രണ്ട് കാര്യമാണ്. ഈ പണി നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാശുണ്ടാക്കിയാൽ പോരെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കുക എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യാ. പിന്നെ വേറെന്താ? അടുത്ത സാധനം, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ച് വലിയ സംസാരിക്കുന്നുണ്ടല്ലോ, കാണട്ടെ ഞങ്ങള്. എന്നതുമില്ലേ? 3 ക്വസ്റ്റ്യൻ ഇല്ലേ നമുക്ക്? സാറിനോ ഇതൊക്കെ ഡൗട്ട് അല്ലേ? ഡൗട്ട് ഇല്ലേ? ഇങ്ങനത്തെ ഒരു ഡൗട്ട് ആർക്കും ഇല്ല? അതുണ്ടായിട്ടല്ലേ 10 ദിവസത്തെ ക്ലാസ്സിൽ കയറുന്നത്. അങ്ങനത്തെ ഈ ഡൗട്ടുകളൊക്കെ നമുക്കില്ലേ? സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മളുടെ എന്താണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ മൈൻഡിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത്രയും നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പൊ താഴേക്ക് പോകും, വിൽക്കുക അപ്പോൾ മുകളിലേക്ക് പോകും. അപ്പോ ഗതി ചെയ്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ, ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കണോ, പിന്നെന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണണം, പിന്നെന്താ വേറെ ഈ പണി അറിയുമെന്നുണ്ടെങ്കിൽ സ്വയം ഇരുന്ന് കാശുണ്ടാക്കിയാൽ പോരെ, എന്തിനാ ആൾക്കാരെ പറ്റിച്ച് വെറുതെ കോഴ്സ് വിറ്റ് കാശുണ്ടാക്കണത്? ഇങ്ങനത്തെ ഇതൊക്കെ നമ്മളുടെ പ്രസന്റ് സെനാരിയോ ആണ്. പിന്നെ റിയൽ ആയിട്ട് സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ കുറെയൊക്കെ പ്രോഫിറ്റ്, 5 കൊല്ലം പ്രോഫിറ്റ് എടുത്തിട്ട് ഈ ക്രാഷിൽ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് പോയി കിട്ടി. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ആൾക്കാർ. ഇതൊക്കെ നമ്മളുടെ കറണ്ട് പ്രോബ്ലംസാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ മൈൻഡിലുള്ള കുറെ ട്രാഫിക് ജാമുള്ള ഒരു സ്ഥലത്ത് വണ്ടി പെട്ടിട്ട് ഒരു 6 മണിക്കൂർ അതിന്റെ ഉള്ളിൽ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. റൈറ്റ്, ഇത് കറണ്ട് പ്രോബ്ലംസാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ മൈൻഡിലുള്ള പ്രോബ്ലംസാണ്. അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ നമുക്കൊരു സ്ട്രക്ചറിൽ സംസാരിച്ച് പോവാട്ടോ. അടുത്തത്, ഇനി ഇതൊക്കെ പ്രോബ്ലംസ് ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ബ്രെയിനിന് ഒരു പണി കൊടുത്ത് എന്നിട്ട് ഒന്ന് ആലോചിച്ച് ഒന്ന് പറഞ്ഞു തന്നെ, ഞാൻ ഇവിടെ നോട്ട് ചെയ്യാം ഓരോന്ന്. എന്തുകൊണ്ട് ഇതിനൊക്കെ എന്താ സൊല്യൂഷൻ? ഒന്ന് പറഞ്ഞേ, ഞാൻ ഒന്നുകൂടെ നോട്ട് ചെയ്യട്ടെ, പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും ഈ പരാജയമൊക്കെ സംഭവിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ? എന്തെങ്കിലുമൊക്കെ പറയും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. നമ്മൾ പറയില്ലേ, മിണ്ടാത്തതിലും ഭേദല്ലേ കൊഞ്ഞപ്പെന്ന് പറയൂലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ പറ. ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യട്ടെ. പ്രോപ്പർ നോളജ് ഇല്ല. യെസ്, നല്ല കാര്യം. പ്രോപ്പർ ലാക്ക് ഓഫ് നോളജ് അല്ലേ? ലാക്ക് ഓഫ് നോളജ്. വേറെ അടുത്തത് പെട്ടെന്ന് പറയും, നമുക്ക് സമയം പോയി. പെട്ടെന്ന് പറയും. ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്. എങ്ങനെ? ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്നവര് നല്ല ട്രേഡർമാരായതുകൊണ്ട്. ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്നവര് ഓപ്പണന്റ് ബെറ്റർ ഓപ്പണന്റ് ആണ്. റൈറ്റ്? ഓക്കെ, പറഞ്ഞോ. ഞാൻ എഴുതുന്നുണ്ട്, വായിക്കാലോ. ഞാൻ എഴുതുന്നത് വായിക്കാലോ. അതായത് ഇതിപ്പോ നമ്മളുടെ ക്ലാസ് തുടങ്ങി നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 125 പേരോളം നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാവും. വലിയൊരു പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നിങ്ങൾക്ക് അത് എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ജോയിൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ കൺവീനിയൻസും സൗകര്യവും കാര്യങ്ങളൊക്കെയാണ്. എന്താന്ന് പറയാം. അങ്ങനെയുള്ള നമ്മുടെ ക്ലാസ്സിൽ ഒരാള് പോലും ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കില്ല കേട്ടോ. നമ്മളിത് വെബിനാർ ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും. ആ ഓറിയന്റേഷൻ ക്ലാസ്സിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കാനും മെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് താല്പര്യപൂർവ്വം നമ്മൾ നോക്കും. ഇപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് കൺട്രോൾ ചെയ്യും. സെക്കൻഡ് പോയിന്റ് കിട്ടി, ബെറ്റർ ഓപ്പണന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാ. പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. പറഞ്ഞോ. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിന്റെ പ്രോബ്ലം. ഓവർ കോൺഫിഡൻസ്. ഓവർ കോൺഫിഡൻസ്. നമ്മൾ എന്തായാലും ഇത് കിട്ടിയിരിക്കും. അഗൈൻ പൊരട്ടങ്ങോട്ട് പറഞ്ഞോ. ഓവർ കോൺഫിഡൻസ് കിട്ടിയിരിക്കും എന്ന് വിചാരിച്ചാൽ അത് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും എല്ലാവരും പോകും. ഗ്രീഡ് വന്നു. അടുത്തത് പ്രോപ്പർ ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ല.
അതായത് അവിടെ ചാറ്റിൽ എഴുതിടാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എഴുതിടാം, ഞാനത് നോക്കൂല. പറഞ്ഞോ, ഇവിടെ എഴുതിയിടും, ഇവിടെ പറഞ്ഞോ. പിന്നെ വേറെ എന്താ? 5 കാരണേ ഉള്ളോ? ട്രേഡിംഗ് സെറ്റപ്പ്. ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മണി മാനേജ്മെന്റ് ഇല്ലാത്തത്. എന്താ മണി മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രേഡിൽ തന്നെ ഫുള്ള് പൈസ കൊണ്ടിടും. അപ്പോ നമ്മൾ പറയാ, മലയാളത്തിൽ പറഞ്ഞാല് ഒരു 100 കോഴിമുട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോരുമ്പോ അല്ലെങ്കിൽ എല്ലാ 100 കോഴിമുട്ടും ഒരൊറ്റ ബോക്സിൽ ഇടാതിരിക്കുക അല്ലേ? എന്തെങ്കിലും ആ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പൊട്ടും. ദാറ്റ് മീൻസ് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. അതായത് സ്റ്റോപ്പ് ലോസ് വെക്കില്ല. അതെ, ഇത് ഒരു മിനിറ്റ്. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് പറയാം. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം, അതായത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഷെയറിൽ ഇടാതെ കുറെ ഷെയറുകളിലാക്കി അങ്ങ് ഇടാം. ഓക്കെ, അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. പ്രോപ്പർ മണി മാനേജ്മെന്റ് എന്ന് ഉദ്ദേശം അതല്ലേ? അദ്ദേഹം ഉദ്ദേശം അതല്ലേ? പറഞ്ഞോ, യെസ്. ഓക്കെ, പിന്നെ പറഞ്ഞ പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തത് എന്ന് വെച്ചാല് അല്ല, സ്റ്റോപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. സ്റ്റോപ്പ് ലോസ് ബിഗിനേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും വിറ്റിട്ട് ഒഴിവായി പോകണമല്ലോ, എന്റെ ലോസിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണമല്ലോ. അത് സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ 0 വരെ ഇങ്ങനെ നോക്കിയിരിക്കും എന്നതാണ് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതെന്ന് ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും വെച്ച് വിറ്റിറങ്ങി പോരുന്നില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഏതാണ് ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ല. ലാക്ക് ഓഫ് ട്രേഡിംഗ് സെറ്റപ്പ്, റൈറ്റ് അല്ലേ? അപ്പൊ അതും ഇല്ല. ഓക്കെ, ഇതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ. ഇപ്പൊ ഇത്രയും കാരണങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? ആദ്യം ഞാൻ കുറെ പ്രോബ്ലം പറഞ്ഞു, റൈറ്റ്? പിന്നെ നിങ്ങൾ തന്നെ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മളുടെ സൊല്യൂഷൻ ആയിട്ട് നമ്മളുടെ മൈൻഡിലുള്ളത്. അതും ശരിയല്ലേ? തീർച്ചയായും. അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. പ്രോബ്ലങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിന്റെ സൊല്യൂഷനും നിങ്ങളുടെ മൈൻഡിലുള്ളത് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മൾ ആരാണ് ഈ സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലായല്ലോ. എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലായി. നമ്മളുടെ തലയിൽ ഉദിച്ചിട്ടുള്ള സൊല്യൂഷൻ ഇതാണെന്ന് മനസ്സിലായി, റൈറ്റ്? ഓക്കെ, ഇനി ഇത് 1 by 1 ഒക്കെ സൊല്യൂഷൻ കിട്ടി എന്ന് വിചാരിക്കേ. ഇതിനെല്ലാത്തിനും നിങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് പ്രോബ്ലം. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ, ഞങ്ങളുടെ മൈൻഡിൽ കാണുന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ഇതൊക്കെയാണ്. ആദ്യം നിങ്ങൾ പ്രശ്നം പറഞ്ഞു, അതിന്റെ സൊല്യൂഷൻ ഇതൊക്കെയാണ്. അപ്പോ ആ സൊല്യൂഷൻ എല്ലാത്തിനും ആൻസർ കൃത്യമായിട്ട് കിട്ടി എന്ന് വിചാരിക്കേ. അപ്പൊ സക്സസ് ആവുമോ? പറയ്. ഒരിക്കലും ആവില്ല. കാരണം ഇത് മാർക്കറ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ സക്സസ് ആവില്ല. ഇത് മാർക്കറ്റാണിത്. അപ്പൊ മാർക്കറ്റ് ആവുമ്പോ എന്താ പ്രശ്നം? എപ്പോ വേണമെങ്കിലും കയറാം, എപ്പോ വേണമെങ്കിലും ഇറങ്ങാം. ഓരോ യുദ്ധമോ എങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും കയറാം, എപ്പോ വേണമെങ്കിലും ഇറങ്ങാം, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ശരി, അത് കറക്റ്റ് ആട്ടോ. പറഞ്ഞത് കറക്റ്റാ. അപ്പൊ സക്സസ് ആവില്ല. കാരണം 3 വർഷമായിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് അതാ പോകുന്നു 2 ദിവസം കൊണ്ട്. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത് ഈ പറഞ്ഞ സൊല്യൂഷൻ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയാലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവില്ല എന്ന് തന്നെയാ പറയുന്നേ. അപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്ക്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? അപ്പൊ ഇതിൽ സക്സസ് ആവില്ലേ? സൊല്യൂഷൻ ഉണ്ട്. ഒരു ദിവസം ചെറിയ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. 10 കോടി എന്റെ കയ്യിലുണ്ട്. ഞാനൊരു കാര്യം പറയാം. 10 കോടി എന്റെ കയ്യിലുണ്ട്. ഞാൻ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോയത് 1000 രൂപ, 2000 രൂപ, 3000 രൂപ ഇതെടുത്ത് പോകണമെങ്കിൽ എന്റെ പണിക്ക് പോകാതെ വേറെ വല്ല പണിക്ക് കൂടെ എനിക്ക്. ഇതും പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തിനാ ചെറിയ പ്രോഫിറ്റ്? അങ്ങനല്ല നമ്മള് ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാ വെച്ചാല് വലിയ എമൗണ്ട് ബാക്കിൽ വെച്ച് ഒരു $100 വെച്ചിട്ടാണ് ചെയ്യാം. $100 $10 കിട്ടിയാൽ നിർത്തൂല, വീണ്ടും ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഓവർ ട്രേഡിംഗ് എന്ന ഒരു കൺസെപ്റ്റാ, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം. വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർ. അപ്പൊ ആ ഓവർ ട്രേഡിംഗ് നിർത്തിയാലും സക്സസ് ആവുമോ? ഒരു വിധം
ആവുമെന്നാണ് വിശ്വാസം. ഇതൊക്കെയാണ് ഇത് ഓവർ സക്സസ് ആവുമെന്ന് വെച്ചപ്പോൾ ഒരു വിധം എന്ന് പറയാം, കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സൊല്യൂഷൻ നമ്മളുടെ മൈൻഡിലുള്ളത് ഇതൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി ഞാൻ അതിന്റെ റിയൽ സൊല്യൂഷൻ സൈഡിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ ഞാൻ കുറെ പ്രോബ്ലം പറഞ്ഞു, അതിനുശേഷം സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ സൈഡും പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ നടന്നു കഴിഞ്ഞാൽ സക്സസ് ആവുമെന്ന് ചോദിച്ചാൽ സക്സസ് ആവുമെന്ന് വലിയ കോൺഫിഡൻസും ആയിട്ട് പറയാനും പറ്റുന്നില്ലല്ലോ. എങ്കിൽ റിയൽ ഈ പ്രോബ്ലങ്ങളുടെ സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഓക്കെ, ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാനത് സമ്മപ്പ് ചെയ്യും. ഓക്കെ പോരെ? അപ്പൊ റിയൽ പ്രോബ്ലം ഇതൊക്കെയാണ്, ഇതിന്റെ സൊല്യൂഷൻ ഇതൊന്നുമല്ല ഇതിന്റെ സൊല്യൂഷൻ. ഒന്നും നേടിയിട്ടും ഒന്നും ആവാൻ പോകുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ, നാളെ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാർക്കറ്റ് നേരെ താഴേക്ക് പോകും. അപ്പോ അവിടെ ഒരു ഉത്തരമുണ്ട്. എന്ത് പറയട്ടെ? ഓക്കെ, അവിടെ ഒരു ഉത്തരമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയിട്ടും മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, താഴേക്ക് പോയാല് എന്റെ കാര്യം പോയി അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ ഒരു ഉത്തരമുണ്ട്. എന്താ ഉത്തരം? മാർക്കറ്റ് താഴേക്കോ മേളിലേക്കോ എവിടേക്കോ പോട്ടെ, ഞാൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ എനിക്ക് നഷ്ടം വരാൻ പാടില്ല. അങ്ങനെ ഒരു സാധനമാണെങ്കിലോ അല്ലേ? മാർക്കറ്റ് അല്ലേ, ചന്തല്ലേ, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ഇന്ന് ട്രംപിന്റെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് വന്നു, ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. നാളെ മാർക്കറ്റ് ഉയർന്നു പോകുന്നു. മറ്റന്നാള് ഇതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, ഇതാ കിടക്കുന്നത് താഴെ, കംപ്ലീറ്റ് പോയി അല്ലേ? കംപ്ലീറ്റ് പോയി. അപ്പൊ ഞാൻ പറയാണ്, ട്രംപ് നല്ലതോ പറയട്ടെ മോശമോ പറയട്ടെ, മാർക്കറ്റ് ഇറങ്ങുവോ കയറുമോ എന്ത് വേണേലും ആയിക്കോട്ടെ, അവിടെ ഒരു കുന്തം നടന്നാലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ ക്യാപിറ്റല് ഞാൻ കൊണ്ടുവന്നതിന്റെ താഴേക്ക് പോകാത്ത ഒരു പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കേൾക്കാൻ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ എന്റെ സമയം വിലപ്പെട്ടതാണ്, ഞാൻ ഇല്ല പരിപാടിക്ക്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്നാണ് ഇത്രയും നേരത്തെ എന്റെ സംസാരം കൊണ്ട് നിങ്ങൾ പറയേണ്ടത്. ആണോ അല്ലയോ? തീർച്ചയായും. റൈറ്റ്. അപ്പോ അതായിരിക്കും സൊല്യൂഷൻ. അപ്പോ ഞാനൊരു സിസ്റ്റം പറയാം. ആ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. ഫ്യൂച്ചർ ആണല്ലോ, അത് സമ്മതിക്കുവോ? ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചറിന്റെ പ്രത്യേകത എന്താ? ഞാനിപ്പോ ഈ ഷർട്ട് 5 ബട്ടണുള്ള ഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, റൈറ്റ്? ഞാനിത് അഴിക്കും, ഞാൻ തന്നെ ആയിരിക്കും ഇത് അഴിക്കുക എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നാല് 99 ഇതുവരെ ഇന്നലെ വരെ ഷർട്ട് ഇട്ട് ഞാൻ തന്നെ അയച്ചു, ആരും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ അയക്കാൻ പറ്റുമോ? ഉറപ്പ് പറയാൻ പറ്റുമോ? ബിക്കോസ് ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൻ. അനിശ്ചിതാവസ്ഥയുള്ള സാധനമാണ്. അപ്പൊ അനിശ്ചിതാവസ്ഥയുള്ള സാധനത്തുമ്മ നമ്മളൊരു സക്സസ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ അനിശ്ചിതാവസ്ഥയുടെ ലാംഗ്വേജ് എന്താണെന്ന് അറിയണ്ടേ? അനിശ്ചിതാവസ്ഥ ഉള്ളൊരു സാധനത്തുകളാണ് ഞാൻ സക്സസ് ആകാൻ. സ്റ്റോക്ക് മാർക്കറ്റ് അനിശ്ചിതാവസ്ഥയുള്ള സാധനം. അടുത്ത മൊമെന്റിൽ ഏത് ഷെയർ കയറും, ഏത് ഇറങ്ങും, നാളെ എന്താ സംഭവിക്കുന്നത്, അനിശ്ചിതാവസ്ഥയാണ്, ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ അതുമ്മ സക്സസ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അതിന്റെ ലാംഗ്വേജ് അറിയണ്ടേ? അന്ധനായി നിൽക്കുന്ന ഒരു മനുഷ്യനോട് മോർണിംഗ് 9 മണി തൊട്ട് 3:30 വരെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാവുമോ? കാരണം എന്താ? അയാളുടെ ലാംഗ്വേജ് ഇതല്ല. കാരണം കണ്ണ് കാണാൻ പറ്റുന്നില്ല. കണ്ണ് കാണാത്ത ആളോട് ഇങ്ങനെ കാണിച്ചിട്ട് എന്ത് പറ്റും? അയാളുടെ അടുത്ത് ചെവിട്ടിൽ പോയിട്ട് ചെറുതായിട്ട് ആരും കേൾക്കാതെ സ്വകാര്യമായി പറഞ്ഞ കാര്യം മനസ്സിലാവില്ലേ? ലൗഡ് സ്പീക്കർ വെച്ച് പറയണ്ട, സ്വകാര്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ? അപ്പൊ ഭാഷ അതായിരുന്നു. കറക്റ്റ് അല്ലേ? പറഞ്ഞോ? ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ കിടക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളെ പ്രശ്നം എന്താ? ലാംഗ്വേജ് മാറിപ്പോയി, വേറൊന്നുമല്ല. ലാംഗ്വേജ് മാറിപ്പോയി. മാർക്കറ്റ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതാ. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തിനോട് കളിക്കുമ്പോ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനത്തിന്റെ അടുത്ത് സക്സസ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്. അനിശ്ചിതാവസ്ഥയാണ്. അനിശ്ചിതാവസ്ഥയിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? സാധ്യത പറയാനേ പറ്റുള്ളൂ. ചിലപ്പോൾ ഉയർന്നു പോകും, ചിലപ്പോൾ താഴ്ന്നു പോകും. ഉയർന്ന സാധ്യതയും താഴ്ന്ന സാധ്യതയുള്ളൂ. അപ്പൊ ഉയർന്ന സാധ്യതയും താഴ്ന്ന സാധ്യതയുള്ള സ്ഥലത്ത് സക്സസ് ആകണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ഷെയർ മാർക്കറ്റാണ്, വെജിറ്റബിൾ മാർക്കറ്റ്, എന്ത് മാർക്കറ്റ് ആയാലും ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഒരിക്കലും ഏത് കമ്പനിയാണ് നല്ലത്, അത് എപ്പോഴാണ് വാങ്ങിക്കാൻ പറ്റുക, എപ്പോഴാ വിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന നോളേജ് അല്ല. കേട്ടോ? ഓക്കെ.
നോളേജ് പഠനവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പരിപാടി അല്ല, നോളേജ് അല്ല ഫ്യൂച്ചറിന്റെ സക്സസ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചറിൽ നമുക്ക് പ്രോബബിലിറ്റി പറയാനേ പറ്റുള്ളൂ, സാധ്യത പറയാനേ പറ്റുള്ളൂ. സാധ്യതയാണെങ്കിൽ സാധ്യതാ പഠനത്തിൽ നിങ്ങൾ എക്സ്പെർട്ടുകളാവണം, മാസ്റ്റർ ആവണം. സോ ദാറ്റ് ഈസ് കോൾഡ് മണി മാനേജ്മെന്റ്. ഓക്കെ, അന്ധനായി നിൽക്കുന്ന ഒരു വ്യക്തിനോട് കാര്യം പറയണമെങ്കിൽ മോർണിംഗ് 9 മണിക്ക് 9:02 കാര്യം പറഞ്ഞിട്ട് പോവാം. 3:30 വരെ ആംഗ്യം കാണിക്കലേ ഉണ്ടാവുള്ളൂ. അതിനോട് റോങ് ലാംഗ്വേജ് കാണിച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നേ വരെ ഗ്ലോബലി 90% ആളുകൾ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ അന്ധനായ ഒരാളോട് ആംഗ്യം കാണിക്കുന്ന പരിപാടിയാണ് മാർക്കറ്റിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാർക്കറ്റിനോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ധനായി നിൽക്കുന്ന ഒരാളോട് ആംഗ്യം കാണിക്കുന്ന കോഴ്സിൽ മാസ്റ്റർ ബിരുദം എടുത്തിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? കാര്യമില്ലല്ലോ. കാരണം ഇവിടെ ആ രീതിയിൽ ചിലപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ആംഗ്യം കാണിക്കുന്ന പരിപാടി ഉണ്ടാവും. അത് റോങ് വ്യക്തിനോടാണെങ്കിൽ ഒരു കാര്യമില്ല, ടൈം ആൻഡ് മണി ഒക്കെ വേസ്റ്റ് ആയി പോവും. അതുപോലെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, സ്റ്റോക്ക് മാർക്കറ്റിനോട് സംവദിക്കണമെങ്കിൽ മാർക്കറ്റിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കണം. ലാംഗ്വേജ് നോക്കുമ്പോൾ 90% ആൾക്കാരും അതിനോട് സംവദിക്കുന്നത് നോളേജ് വെച്ചിട്ടാണ്. ആ കമ്പനിയിൽ ഏത് കമ്പനി നല്ലത്, എപ്പോൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം എന്ന് പറയുന്ന അനാലിസിസുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ സാധനം മാത്രമേ ഉള്ളൂ. മറിച്ച് അതിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെന്റ് ആണ്. എന്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപേനെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നതിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ സക്സസ്. അല്ലാതെ അവിടെ ഏത് കമ്പനി കയറും ഇറങ്ങും എന്നതിലല്ല. കേട്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ എന്നല്ലേ കേൾക്കുന്നേ, അല്ലേ? അപ്പൊ ഫണ്ടല്ലേ മാനേജ് ചെയ്യുന്നേ, വേറെ എന്താ മാനേജ് ചെയ്യുന്നത്? ഫണ്ട് മാനേജ് ചെയ്യണം. അപ്പോ എനിക്ക് ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാല്, മാർക്കറ്റ് ഇങ്ങനെ കയറും ഇറങ്ങും ഒക്കെ പോവും. അപ്പൊ എനിക്ക് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോട്ടെ. എന്റെ ആവശ്യം, എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ട്. ഈ 1 ലക്ഷം രൂപ ഉപയോഗിച്ച് ഞാൻ നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ പല കമ്പനികൾ ഞാൻ വാങ്ങിക്കും. 100 ട്രേഡ്സ് ഞാൻ ചെയ്യും. പല കമ്പനികളായിട്ട് 100 കമ്പനി വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യും. 100 ഡിഫറെന്റ് ട്രേഡുകളിലേക്ക് ഈ 1 ലക്ഷം രൂപ തന്നെ പറഞ്ഞാക്കും. ആ 100 ട്രേഡ് ചെയ്തപ്പോ ഏറ്റവും നല്ല രീതിയിൽ ഏത് കമ്പനിയൊക്കെ വാങ്ങണം എന്നൊക്കെ പഠിച്ചു. പക്ഷെ കാര്യം ഉണ്ടായില്ല. ഫ്യൂച്ചർ അല്ലേ, പഠിച്ചതൊക്കെ നേരെ വിപരീതമായിട്ടും വരും. അങ്ങനെ 100 ട്രേഡ് ചെയ്തതിൽ 60-ൽ കൂടുതൽ ട്രേഡുകളും ലോസ് ആയിപ്പോയി. ഓക്കെ, പകുതിയിലധികവും ലോസ് ആയി പോയി കഴിഞ്ഞാലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത 1 ലക്ഷത്തിന്റെ മുകളിൽ നിൽക്കണം 100ാമത്തെ ട്രേഡ് കഴിയുമ്പോൾ എന്റെ ബാലൻസ് ക്യാപിറ്റല്. അങ്ങനെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത മണി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് നിന്നാൽ മതി. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിലിയർ ഉറപ്പാണ്. അതിന്റെ ഇടയിൽ പ്രോഫിറ്റ് ഒക്കെ കിട്ടും. നല്ല കമ്പനി ഏതാണ് അത് വാങ്ങിയത് കൊണ്ട് ചില മാർക്കറ്റ് ഉയർന്നു പോകുമ്പോൾ പ്രോഫിറ്റ് ഒക്കെ കിട്ടും. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. നേരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നേരെ തിരിച്ചു പോകും. ഈ പ്രോഫിറ്റ് ലോസ് ജേണി ആയിരിക്കും അപ്പുറത്ത്. ഇപ്പുറത്ത് മണി മാനേജ്മെന്റ് ആണ് റൈറ്റ് ലാംഗ്വേജ് മാർക്കറ്റിനോട് സംസാരിക്കാനുള്ളതെങ്കിൽ നിങ്ങൾ തോൽക്കാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാലും പൂച്ച 4 കാലുമ്പ് വീഴുന്നത് പോലെ വീഴും. 100 ട്രേഡ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ നിൽക്കും. ബെറ്റ് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. അതെന്റെ എഡ്യൂക്കേഷന്റെ സ്റ്റോക്ക് അക്കാദമിയുടെ എഡ്യൂക്കേഷന്റെ പവർ അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് പ്രോബബിലിറ്റി മാനേജ്മെന്റ് ആയതുകൊണ്ട്, ഫ്യൂച്ചർ ബേസ് ചെയ്ത് നിൽക്കുന്നതായതുകൊണ്ട് ഫ്യൂച്ചറിന്റെ ലാംഗ്വേജ് പ്രോബബിലിറ്റി മാനേജ്മെന്റ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ സിമ്പിൾ സാധനമാണ്. നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ മാനേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അപ്പോ അത് ആണെന്നറിഞ്ഞിട്ട് പോലും എനിക്ക് അതൊന്നും അനുസരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അവിടെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ മൈൻഡിലാണ്. ആ പ്രശ്നം കിടക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലാംഗ്വേജ് കിടക്കുന്നത് ഏത് കമ്പനി വാങ്ങിക്കണം, എപ്പോ വിൽക്കണം എന്ന് പറയുന്ന നോളജിലല്ല. ഇത് കയറി ഇറങ്ങും ഒക്കെ ചെയ്യും. എനിക്ക് അത് നോക്കിയിട്ട് കാര്യമില്ല. ലോകം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നു, നോളേജ് അല്ല, എന്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപയുടെ എന്ന് പറയുന്ന ആ മണിയുടെ മാനേജ്മെന്റ് ആണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ആ 1 ലക്ഷം രൂപ 100 ട്രേഡ് ചെയ്തിട്ട് അതിൽ പകുതിയിലധികം ട്രേഡുകൾ ലോസിൽ പോയി കഴിഞ്ഞാലും എന്റെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ അവസാനിക്കും എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടീഡ് മണി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അതിലാണ് സക്സസ് എന്ന് അനുസരിച്ചാൽ പോലും, അതില് നമുക്ക് മനസ്സിലാക്കിയാൽ പോലും അനുസരിക്കാൻ പറ്റുന്നില്ല. കാരണം കിടക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിലാണ് കാരണം കിടക്കുന്നത്. റൈറ്റ്?
ഇതാണ് ഞാൻ സൊല്യൂഷൻ പറയാന്ന് പറഞ്ഞില്ലേ. അപ്പോ ഒന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മണി മാനേജ്മെന്റ് ആണ്. ഓക്കെ, മണി മാനേജ്മെന്റ്. ഈ മണി മാനേജ്മെന്റ് ആണെന്നറിഞ്ഞാൽ പോലും അനുസരിക്കാൻ നമുക്ക് തോന്നില്ല. ബ്രെയിൻ അങ്ങനെ ഒരു ചിന്ത തരില്ല. അത് കിടക്കുന്നത് എവിടെയാ? മൈൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മൈൻഡ് നമുക്ക് 2 മൈൻഡുകളുണ്ട്. നമുക്ക് ഡീപ്പായിട്ട് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. രണ്ട് മൈൻഡ്, ഒന്ന് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡും രണ്ടാമത്തത് സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡുമാണ്. അപ്പോ അത് ഇവിടെ നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ടല്ലോ, ഞാനും നിങ്ങളും സംസാരിക്കുന്നത് നമ്മുടെ ബോധ മനസ്സ് വെച്ചിട്ടാ. ബോധമാണ് എല്ലാം. ബോധം ജഡ്ജ് ചെയ്യും, ലോജിക്ക് അപ്ലൈ ചെയ്യും. ഈ ബോധം എന്ന് പറയുന്നത് നമുക്ക് 2 മൈൻഡുകൾ ഉള്ളതില് ബോധ മനസ്സ്, കോൺഷ്യസ് മനസ്സിന് ഒരു 10% ഇമ്പോർട്ടൻസും സബ് കോൺഷ്യസ് മനസ്സിന് 90% ഇമ്പോർട്ടൻസും ഉള്ളത്. ഞാൻ തീരുമാനിച്ചു, എന്റെ തീരുമാനമാണ് എന്നൊക്കെ പോയിരുന്ന് പറയില്ലേ ഞാനും നിങ്ങളും പറയില്ലേ? അത് നമ്മുടെ ബോധം വെച്ചിട്ടുള്ള സംസാരമാണ്. ബോധ മനസ്സിൽ നിന്ന് വരുന്നതാ. 10 മാർക്കേ ഉള്ളൂ അതിന്. നമുക്കിത് ചിന്തിക്കാൻ വന്ന ചിന്ത എവിടെന്നാ കിട്ടിയെന്ന് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ കാര്യങ്ങൾ ഇത് തീരുമാനിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ ലൈഫില്. ആ തീരുമാനം എടുത്തത് ബോധം തന്നെയാണ്. ഓക്കെ, ആ ചിന്ത എവിടെന്നാ വന്നേ? ആ ചിന്ത വന്നത് നമ്മളുടെ ഉപബോധ മനസ്സിൽ. നമുക്കൊരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ഓക്കെ, കാര്യങ്ങള് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു മനസ്സില്. ആ മനസ്സിനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപാരമായ പവർ ഉള്ള ഏരിയയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ ജനിച്ചിട്ട് ഒരു 10 വയസ്സ് വരെ, ഒരു 6 മുതൽ 10 വയസ്സ് വരെ നമുക്ക് ഉപബോധ മൈൻഡിലേക്കാണ് കാര്യങ്ങൾ പോവുക. നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒബ്സർവ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണിങ്ങനെ ക്യാമറ പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയും അച്ഛനും നാട്ടുകാരൊക്കെ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നു. നമ്മൾ പല കാര്യങ്ങളും ഇന്നതാണ് ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ബ്രെയിൻ ഫീഡ് ചെയ്ത് നമ്മുടെ ഉപബോധ മൈൻഡിൽ കൊടുക്കുന്നുണ്ട്. ആ ഉപബോധ മൈൻഡിൽ ഫിക്സ് ആയ ഒരു സാധനം 10 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ ക്യാരക്ടർ ഫോർമേഷൻ കഴിഞ്ഞു എന്നാ പറയാ. 10 വയസ്സ് വരെ അവൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് 11ാമത്തെ വയസ്സ് വരെ പിന്നെ ചുടല വരെ ഉണ്ടാവുള്ളൂ. കാരണം അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും എന്റെ അച്ഛൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അമ്മ പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. റോങ് ആയിട്ടൊരു സാധനം കയറിയാൽ കഴിഞ്ഞു. പിന്നെ അത് മരണം വരെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാംഡ് ആയിപ്പോയതാ. ഇവിടെ ഒരു ഡേഞ്ചർ സാധനം തലയിൽ കയറിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെതിരായിട്ട് നമ്മുടെ മൈൻഡില് കയറിയത് എന്താന്ന് വെച്ചാല്, എല്ലാ ആളുകളും ഇപ്പൊ സിഗരറ്റ് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആരോ സിഗരറ്റ് എടുത്ത് വലിച്ചപ്പോ അതിനെ തിരുത്തി തരാൻ എല്ലാവരും ഉണ്ടായിരുന്നു. മോനെ അത് സിഗരറ്റാണ്, ചെയ്യരുത്, നല്ലതല്ല. പക്ഷെ അതേപോലത്തെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ട്. എവിടെ സക്സസ് ആകണമെന്നുണ്ടെങ്കിലും ഏത് സ്കില്ല് എടുക്കണമെന്നുണ്ടെങ്കിലും അതാത് സ്കില്ലിന്റെ നോളേജ് എടുത്താൽ നമുക്ക് സക്സസ് ആകാം. നോളേജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുമ്പോ ആരെങ്കിലും അത് മോശമാണെന്ന് പറഞ്ഞ് നമുക്ക് തിരുത്തി തന്നിട്ടുണ്ടോ? ഒരിക്കലും തിരുത്തി തരില്ല. കാരണം അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ തലയിൽ പ്രോഗ്രാം ആയിട്ടുള്ളത്. ആ പ്രോഗ്രാമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ സക്സസ് ആക്കാത്തത്. നോളേജ് അല്ല. അതായത് പഠിക്കണമെങ്കിൽ ഡ്രൈവിംഗ് മാഷ് എടുത്ത് പോയി അതിന്റെ നോളേജ് എടുക്കുക, നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തൽ പഠിക്കുന്ന മാഷ് എടുത്ത് പോയിട്ട് ചെയ്യുക. എല്ലാ സ്കില്ലും അതേതിന്റെ നോളേജ് എടുത്തിട്ട് നമ്മൾ പാസ്സായി. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് പഠിച്ചു കളയാം എന്ന് ഇവിടെ ഒരാൾ വിചാരിക്കുമ്പോ ആളുടെ തലയിലേക്ക് ബ്രെയിൻ ആദ്യം കൊടുക്കുന്ന ചിന്ത, പ്രോഗ്രാംഡ് ചിന്ത, പോയി അതിന്റെ നോളേജ് എടുക്കൂ. ആ നോളേജ് പറയുന്ന ആളെ നോക്കൂ, അയാള് നോളേജ് ഉള്ള ആളാണെന്ന് നോക്കൂ, അയാൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് കണ്ടു നോക്കൂ, അയാൾ ഈ പണിക്ക് അറിയാവുന്ന ആളാണെന്ന് നോക്കൂ. ഇങ്ങനെ കുറെ സാധനങ്ങൾ തരും, റോങ് ഡയറക്ഷനിലേക്ക് തരും. കാരണം നോളേജ് ഈക്വൽ ടു സക്സസ് എന്നാണ് ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇവിടേക്ക് ഓക്കെ അല്ല. എന്താ, ഇവിടെ മണി മാനേജ്മെന്റ് ആണ്, ബാക്കി എല്ലാ സ്കില്ലും ഒക്കെയാണ്. ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് മൈൻഡിൽ നമ്മളെ റോങ് ഡയറക്ഷനിലേക്ക് നയിക്കൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോ പ്രോഗ്രാം തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീപ്രോഗ്രാമിംഗ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ആ റീപ്രോഗ്രാമിങ്ങിന് നമ്മൾ വിധേയമാകണം. മണ്ണ് ഭയങ്കരമായിട്ട് വിഷം പിടിച്ചു കിടക്കുന്ന ഒരു മണ്ണിൽ, ഒരു പോയിസൺ ഉള്ള മണ്ണാണ് എങ്കിൽ, അവിടെ ഒരു വാഴക്കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മണ്ണ് ആദ്യം വൃത്തിയാക്കി ടെസ്റ്റിന് അയച്ച് മണ്ണ് ഓക്കെ ആണെങ്കിൽ മാത്രം നല്ല വിത്ത് അന്വേഷിച്ചു പോയാൽ മതിയല്ലോ. അപ്പൊ അതേപോലെ നമ്മുടെ തലയിൽ ഒരു ഡേഞ്ചർ കയറിയിരിക്കുന്നതാണ് നോളേജ് ഈക്വൽ ടു സക്സസ്. നോളേജ് കൊണ്ട് വിജയിക്കാം.
പറ്റില്ല. കാരണം നോളേജ് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒതുങ്ങുമോ? എങ്ങനെയാണ് ഒതുങ്ങുക? ഞാൻ ഇന്ന കമ്പനിയാണ് സക്സസ്, ഇന്നതാണത്, ഈ രീതിയിലൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഞാൻ പഠിപ്പിച്ചു വിടുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ട് 99 ഡിഫറെന്റ് കമ്പനികളും ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് നിങ്ങൾ 100ാമത്തെ കമ്പനി അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻ അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആ പഠിച്ചത് ഇവിടെ വർക്ക് ആകണമെന്നില്ല. അതെന്തുകൊണ്ടാ? ഞാൻ പഠിച്ച സാധനം നാളെ മാർക്കറ്റിൽ വരുമ്പോ കൂടുതൽ ആളുകളും അതനുസരിക്കുന്നുണ്ടെങ്കിലല്ലേ എന്റെ റൂൾസ് വർക്ക് ആവുള്ളൂ. അല്ലെ? ഞാൻ പഠിച്ചതുപോലെ നാളെ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരൊക്കെ ബൈ ചെയ്താലല്ലേ എന്റെ സ്ട്രാറ്റജി വർക്ക് ആവുള്ളൂ. സ്വന്തം വൈഫ് മുന്നിൽ നിൽക്കുന്ന വൈഫ് അടുത്ത മൊമെന്റ് എങ്ങനെയാണ്, സ്വന്തം ഹസ്ബൻഡ് 15 വർഷമായിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്ന ഹസ്ബൻഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലാവാത്ത സിറ്റുവേഷനിലുള്ള നമ്മളാണ് നാളെ 1 ലക്ഷക്കണക്കിന് ആൾക്കാർ ഞാൻ പറഞ്ഞത് അനുസരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നല്ലേ നോളജ്? അല്ലെ? അതൊരിക്കലും വർക്കാവില്ല. പിന്നെന്താ വർക്കാവുക? എന്റെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്റെ കൺട്രോളിലുള്ളതാണ്. അത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുമ്മലാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സക്സസ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അൺസർട്ടൈൻ ആണ്. പ്രോബബിലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാത്തമാറ്റിക്സിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതനുസരിക്കുന്നില്ല മൈൻഡ്. കാരണം മൈൻഡും പ്രോഗ്രാം തെറ്റിക്കിടക്കുക. മൈൻഡിൽ വേറൊരു ഡേഞ്ചറും കൂടി ഉണ്ട്. നോളജ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഉണ്ട്. വേറെ ഒരു ഡേഞ്ചറും കൂടെ കയറിയിട്ടുണ്ട്. പണം എന്ന് പറയുന്ന ഒരു സാധനം, മണി എന്ന് പറയുന്ന ഒരു സംഗതിയുടെ എങ്ങനെയാണ് അതിന്റെ ഔട്ട്ലുക്ക് എന്നുള്ളതും നമ്മൾ 10 വയസ്സ് വരെ എല്ലാ ആൾക്കാരുടെ മൈൻഡിലും 2 തോട്ടുകളേ ഉള്ളൂ. ഒന്ന് ഫിയർ തോട്ടുകളും ഒന്ന് ഗ്രീഡ് തോട്ടുകളും. ഈ 2 തോട്ടും പൈസയുടെ ലാംഗ്വേജ് അല്ല. പൈസയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മൾ പറയില്ലേ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഗ്രീഡിന്റെ കുറെ തോട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പേടിയുടെ കുറെ തോട്ടുകൾ ഉണ്ടാവും. പൈസയാണ് സൂക്ഷിച്ചുപയോഗിക്കണം. നമ്മളെ ഇന്ത്യൻ പാർലമെന്റിലുള്ള ആൾക്കാർ വരെ പറയും എന്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ, പൈസയാണ് സൂക്ഷിച്ചുപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ വിചാരിക്കുന്നത് റൈറ്റ് തോട്ടാണ്, അത് റോങ് തോട്ടാണ്, ഫിയർ ആണ്. അയാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പ്രോഫിറ്റ് എടുക്കുകയും വലിയ ലോസ് എടുക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. രണ്ടാമത്തെ ആള് ഗ്രീഡാണ്. 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആൾ എടുക്കില്ല, കാരണം ആള് നോക്കുന്നത് 1 കോടിയാണ്. അപ്പോ ഈ രീതിയിലേക്കുള്ള 2 തോട്ടും ഡേഞ്ചറാണ്. ഗ്രീഡും ഫിയറും ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും പച്ച കാണാൻ പോകുന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. മാർക്കറ്റ് കയറുന്നോണ്ട് പ്രോഫിറ്റും ലോസും ഒക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ ഒരിക്കലും ഒരു ആസ്തിയിലേക്ക് അത് വരില്ല. അപ്പോൾ ഈ ഗ്രീഡും ഫിയറും നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തു കളഞ്ഞ് പണത്തിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, മണിയാണ്, കറൻസിയാണ്. കറൻസി, ദ വേർഡ് കറൻസി ഡിറൈവ്ഡ് ഫ്രം കൊറീറ്റോ. കൊറീറ്റോ മീൻസ് ടു റൺ, ഫ്ലോ, ഒഴുകണത്, അത് പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ആ കൊറീറ്റോ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് എനിക്ക് കാണാൻ പറ്റണം. എന്നാ പിന്നെ നാളെ മുതൽ ഗ്രീഡും ഇല്ല ഫിയറും ഇല്ല എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. അത് വരില്ല, ആ തോട്ട് വരില്ല. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന, അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു സാധനം പ്രോഗ്രാമിൽ കയറണം. മനസ്സിലായോ? ആ സാധനം കയറി മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വിത്ത് അന്വേഷിച്ച് പോവാം. സോ ലാംഗ്വേജ്, മാർക്കറ്റിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ 2 സാധനമാണ്, മണി മാനേജ്മെന്റ് ആൻഡ് മൈൻഡ് മാനേജ്മെന്റ്. 90 മാർക്ക് കിട്ടും 100-ല്. ഇപ്പോഴൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഏത് കമ്പനി വാങ്ങിക്കണം, എപ്പോ വാങ്ങിക്കണം, എപ്പോ വെക്കണം, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റില് സക്സസ് ആകണമെങ്കിൽ ഗ്യാരണ്ടി, അണ്ടർലൈൻ ഗ്യാരണ്ടിയോട് കൂടി പറയാൻ പറ്റും, സക്സസ് ആകണമെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, എനിക്ക് ബാധിക്കുന്നില്ല. ഞാൻ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല വെൽത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എന്റെ പൈസേനെ മാനേജ് ചെയ്യുന്ന ഒരു മണി മാനേജ്മെന്റ് പ്ലസ് മൈൻഡ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്താൽ നിങ്ങൾ വെൽത്തിൽ പോകും. നല്ല ഭംഗിയായിട്ട് ലോസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. പക്ഷെ 100 ട്രേഡ് കഴിയുമ്പോൾ നമ്മൾ ഒരാളെ നല്ലത് എന്ന് പറയുന്നത് എപ്പോഴാ? അയാൾ 100 എണ്ണം ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റും കുറവ് ലോസും ആണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും. ഞാൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റാ. കൂടുതൽ ലോസും കുറവ് പ്രോഫിറ്റും മതി 100 ട്രേഡ്. പ്രോപ്പർ മണി മാനേജ്മെന്റ് വെച്ചാൽ സക്സസ് ആകുന്നത് കാണിച്ചു തരാം. ക്ലാസ്സിൽ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ വേർഷൻ അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരണം. അപ്പൊ ഈ സാധനമായിരുന്നില്ല, അതായിരുന്നില്ല, ഇതായിരുന്നല്ലേ സക്സസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്വയം അനുഭവിച്ചറിയാതെ ഞാനിങ്ങനെ പറഞ്ഞിട്ടൊന്നും നിങ്ങളുടെ പ്രോഗ്രാം ആവില്ല. അപ്പൊ പ്രോഗ്രാം ആക്കണമെങ്കിൽ നമുക്കൊരു മൈൻഡ് തെറാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ചെയ്യും. ഈ മൈൻഡും ഗ്രാറ്റിറ്റ്യൂഡ്, മണി മാനേജ്മെന്റ്, മൈൻഡ് തെറാപ്പി എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മള് മെത്തേഡ് എന്ന് പറയുന്ന 1, 2, 3 മൂന്നാമത്തത് മെത്തേഡ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പഠിക്കുള്ളൂ. ഏത് കമ്പനിയൊക്കെയാ നല്ലത്, എപ്പോഴാ അത് വാങ്ങിക്കേണ്ടത്, എപ്പോഴാ വിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ആ പരിപാടി പഠിക്കുള്ളൂ. ഇതാണ് റൂൾ കോമ്പിനേഷൻ.
അപ്പോ മാർക്കറ്റിൽ അവിടെ താഴെ പോയാലും പ്രശ്നമില്ല, മുകളിൽ പോയാലും പ്രശ്നമില്ല. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാകരുത്. ഇതുപോലെയാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ സമാധാനവും സന്തോഷവും എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ എനിക്ക് ആ സാധനം കിട്ടുമോ? അതൊന്ന് ആൻസർ പറഞ്ഞേ. കിട്ടില്ലയോ? യെസ് പ്ലീസ്. ഞാൻ ഇപ്പൊ നിർത്തും. ഓക്കെ, അധികം സമയമില്ല. ഒന്ന് പറഞ്ഞേ, എന്റെ സന്തോഷവും സമാധാനവും എന്റെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡ്, വൈഫിന്റെ മൂഡ് അനുസരിച്ചാണ് എന്റെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ സാധനം കിട്ടുമോ? ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും ഇല്ലയോ? യെസ് ഓർ നോ പ്ലീസ്? ആൻസർ ഇല്ല. ഒരാളെ ആൻസർ പറയൂ. നമുക്ക് അങ്ങനെ കിട്ടുമോ? അതായത് നമ്മളുടെ സന്തോഷവും സമാധാനം വേറെ ഒരാളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അയാളുടെ മൂഡ് പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പോ നമ്മളുടെ സന്തോഷവും സമാധാനം നമ്മളിൽ നിശ്ചിതം. ആര് എന്ത് പറഞ്ഞാലും എനിക്ക് എന്റേതായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കുന്നത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആവരുത്. മനസ്സിലായോ? അതിന്റെ കോമ്പിനേഷൻ അന്വേഷിക്കൂ. അവിടെയാണ് 10% ആളുകൾ ഉള്ളത്. ഇതൊരു വണ്ടർ ആൻഡ് സീക്രട്ട് ഫോർമുല അല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. കാരണം ഓഷോ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സക്സസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ കാണില്ല. കാരണം എന്താന്ന് വെച്ചാല് സക്സസ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആണ്. സാധാരണക്കാർക്ക് കോംപ്ലിക്കേറ്റഡ് മതി, അതിന്റെ പിന്നാലെ പോവും. അപ്പോ സക്സസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ആ സിമ്പിൾ എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആണ്. അതായത് നമ്മൾ മറന്നു പോകുന്ന രീതിയിലേക്ക് സിമ്പിൾ ആണ്. അത്രയ്ക്കും സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ കയ്യിലാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ എന്റെ മൈൻഡ് ഉണ്ട്, എനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ എന്റെ പണം ഉണ്ട്, എനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. മെത്തേഡ് അഥവാ നോളജ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലില്ല. ഞാൻ പഠിച്ച സാധനം നാളെ മാർക്കറ്റിൽ കൂടുതൽ ആൾക്കാർ വന്ന് ഞാൻ പറയുന്ന അതേ സാധനം ചെയ്താൽ എന്റെ സ്ട്രാറ്റജി സക്സസ് ഉള്ളൂ. അതെനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും നടക്കില്ല. അപ്പൊ അത് കൺട്രോളിലില്ലാത്ത കാര്യമാണ്. കൺട്രോൾ ഉള്ള കാര്യമാണ് എന്റെ മൈൻഡും എന്റെ മണിയും. ഇതുമ്മലാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സക്സസ് എന്ന് 10% ആളുകൾ തിരിച്ചറിയുന്നതുകൊണ്ട് അവരെ നമുക്ക് എൻലൈറ്റഡ് തോട്ട് എന്ന് പറയാം. വെരി സിമ്പിൾ ആണ്. ഒരു വെളിപാട് കിട്ടുന്നു എന്ന് പറയാം. ഇതൊക്കെ നമ്മളിലുള്ള സാധനം ഒന്ന് കണക്ട് ചെയ്തു തരുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഈ പൈസ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് പറയില്ലേ, ഡോക്ടേഴ്സിന്റെ റീൽസ് ഒക്കെ കാണില്ലേ, ഇന്ന ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്താ, നിങ്ങൾക്ക് അതിന് പുറന്നുണ്ടോ, മോഷൻ ഇങ്ങനെയാണോ, ബ്ലീഡിങ്ങിൽ ഇത് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ കുറെ. ഇതെല്ലാം എനിക്കുണ്ട്, ക്ഷീണമുണ്ടോ, എന്നാ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തോ ക്യാൻസർ എന്നല്ലേ നമ്മൾ പറയാറ്. ചില സിഗ്നൽ തരുമല്ലോ എന്ന് പറയുന്നത് പോലെ മൈൻഡില് മണിയുടെ ക്യാൻസർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വെരി സിമ്പിൾ ആയ 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്ത്? കുറെ നാളായാലും ഈ അക്കാദമി കൊണ്ട് നടക്കുന്നേ, സ്വയം പൈസ ഉണ്ടാക്കിയ പോരെ അറിഞ്ഞ് ഈ ഒരു സാധനം വരുന്നുണ്ട്. ഡോക്ടർ പറയുന്ന പോലെ ഞാൻ ചോദിക്കുക, ഇങ്ങനെ ഒരു സാധനം മൈൻഡിലുണ്ടോ? ഉണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ട്. എന്റെ P&L കാണണോ? ഉണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ട്. ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കോ? ഉണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ട്? മണീനെ ബേസ് ചെയ്തിട്ട് എന്നുള്ളതാണ്. സപ്പോസ് പൈസ വന്ന് നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാര്, അതായത് നമുക്ക് പൈസേനെ തൊടാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന രീതിയിൽ, അതുകൊണ്ട് സക്സസ് ആവുന്ന ആൾക്കാരെ ഒന്നും പറഞ്ഞു കൊടുക്കൂല. ഇത് മണി മാർക്കറ്റാ, ഫിനാൻഷ്യൽ മാർക്കറ്റാ. ഇവിടെ സാധനങ്ങള് പെർസെന്റേജ് രീതിയിലാ പോവാ. FDക്ക് എത്ര പെർസെന്റേജാ? 7.5%. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വാരി എടുത്ത് അങ്ങ് കൊണ്ടുപോകൂലേ? 7.5% ഒരു വർഷം കൊടുക്കോ? 1,00,000-7,500 രൂപ തരുള്ളൂ. അതെന്താ കിട്ടിയിട്ട് തരാതിരിക്കുന്നത്? ഉണ്ടാക്കാൻ പറ്റില്ല. പെർസെന്റേജിലെ കാര്യങ്ങൾ പോവുള്ളൂ. അപ്പൊ നമ്മുടെ മൈൻഡിലെ തോട്ട് എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാക്കും കൊണ്ടുപോയി വാരി എടുക്കുന്ന ഒരു സാധനം. ദിസ് ഇസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇവിടെ കാര്യങ്ങൾ പോകുന്നത് കൃത്യമാ, പെർസെന്റേജാ. അപ്പോ നമുക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാകണം. ആമ പോകുന്നത് പോലെ നമ്മൾ സ്റ്റോക്ക് അക്കാദമി ആമ പോകുന്നത് പോലെ നമ്മൾ ക്യാപിറ്റൽ നമുക്ക് ഡബിൾ ആക്കാൻ സാധിക്കണം. ആമ പോകുന്ന പോലെ. കഴിഞ്ഞ ഒരു വർഷം ഞാൻ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആമ എഴയുന്നത് പോലെ ലോസോട് കൂടി തന്നെ 100% ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ റിസീവ് ചെയ്തു. അതൊരു ഫിക്സഡ് പ്ലാൻ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നമുക്ക് വേണം. അപ്പൊ കോഴ്സിലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ഇമ്പോർട്ടന്റ്. ഡ്രൈവ് ചെയ്യാന്ന് പറയുന്ന സ്കില്ലിനല്ലല്ലോ, എവിടേക്ക് പോകണം എന്ന് പറയുന്ന ലക്ഷ്യമല്ല ഇമ്പോർട്ടന്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ നടക്കും, ഡെസ്റ്റിനേഷൻ അറിയാതെ. അപ്പൊ അതുകൊണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാവൂ. ദ കോമ്പിനേഷൻ ഈസ് മൈൻഡ്, മണി ആൻഡ് മെത്തേഡ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൈസേനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള, എന്താ പറയാ, ഭയങ്കര കുഷ്ഠരോഗം പോലുള്ള ചിന്തകൾ. നമ്മൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആളാണ്
മൈൻഡിൽ പൈസേനെ കുറിച്ച് കുഷ്ഠരോഗം പോലെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് 3-4 തോട്ടുകൾ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ എന്റെ കുട്ടികൾക്കോ മക്കൾക്കോ ഒന്നും കൊടുക്കാതെ ഞാൻ എന്റെ കാര്യം നോക്കുന്നു, ഒരു ചിന്ത. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭാര്യയും മക്കളെയും പോലും നോക്കൂല, സ്വന്തം ഭക്ഷണം കഴിച്ച് ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. വേറൊരു വിഭാഗമുണ്ട്, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരാം. എന്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ എന്റെ ഭാര്യയും മക്കളെയും കുടുംബത്തിനെയും നോക്കും. അവരെ നമുക്ക് നല്ല പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ് അല്ലെ. എന്റെ കുടുംബത്തെ നോക്കുക, ഞാൻ എന്റെ കുടുംബത്തിനെ നോക്കി സമാധാനമായിട്ട്, ഞാൻ ഉപദ്രവത്തിനൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയുന്ന രീതി. അയാളെ കുടുംബത്തിനെ നോക്കുന്നുണ്ട്, നമ്മൾ നല്ലതായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. വേറൊരാള് ചെയ്യുന്നത്, അയാൾക്ക് പൈസ ഉണ്ട്, അയാൾ ഭാര്യയും മക്കളും കുടുംബത്തിനെ നോക്കുന്ന സ്ഥിതി കൂടെ തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ കാര്യം കൂടെ നോക്കും. അയാളപ്പോ എന്തായി, കുറച്ചും കൂടെ നല്ലതായി മാറിയില്ലേ. വേറൊരാളുണ്ട്, അയാൾക്ക് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കും, അറിവ് നോക്കും, ആ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പൊ അയാളുടെ പൈസ തികയാതെ വരുമ്പോ അയാൾ സ്വയം ഒന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് അയാൾ യൂസ് ചെയ്ത് അതും കൂടി വേറെ ആക്കി കൊടുക്കും. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്നതല്ലേ ഈ തോട്ടുകളൊക്കെ. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം പറയാം, ഈ തോട്ട് എന്ന് പറയുന്നത്, നമുക്ക് പൈസയുടെ തോട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് ആ ഡ്രൈവിംഗ് അറിയുന്ന ഒരാള് ഞാൻ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ദുബായ് രാജാവിന്റെ ഡ്രൈവറായിട്ട് ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് എന്റെ കുടുംബത്തിനും മക്കൾക്കും കൊടുത്തു, ഞാൻ ഇത് അങ്ങോട്ട് അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ആർക്കെങ്കിലും കിട്ടുമായിരുന്നോ? ഇല്ല. അപ്പൊ നമ്മളുടെ ആ തോട്ട് ലെവലിലാണ് പ്രോബ്ലം. അതായത് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ട്രെയിനിങ് കാശ് ഉണ്ടാക്കാനാണ് എന്ന് പറയുന്നതാണ് എങ്കിൽ നമ്മൾ ഈ പണി അവിടെ വെച്ച് നിർത്തും. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ആൻസർ. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാല് നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കൂ എന്നുള്ളതാണ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ബോളിൽ 6 അടിച്ചത് കൊണ്ട് ബ്രെറ്റ് ലീ, ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ, ഓസ്ട്രേലിയക്ക് ജയിക്കാൻ 6 റൺസ് വേണം. ബൗളറായ ബ്രെറ്റ് ലീ ക്രീസിൽ നിന്നിട്ട് ഒരു 6 അടിച്ചുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ബ്രെറ്റ് ലീ ഓസ്ട്രേലിയയുടെ ഓപ്പണർ ആവാൻ പോകുന്നില്ല. ആവുമോ? ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് എനിക്ക് ട്രേഡിങ്ങിന് ഞാനൊരു ലൈവ് സ്ക്രീൻ ഇട്ടിട്ട് പ്രോഫിറ്റ് എടുത്താൽ എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അതല്ല സക്സസ്. സച്ചിനായത് ഡക്കില്ലാതെയും 0 എടുക്കാതെ ഒന്നുമല്ല, 0 എടുത്തിട്ടൊക്കെ തന്നെയാണ്. 0 എടുത്ത സച്ചിന്റെ എത്ര കളികളുണ്ട്? 99 ഔട്ട് ആവുന്ന എത്രയോ കളികളുണ്ട് അല്ലെ. സച്ചിനായത് സച്ചിന്റെ ആവറേജ് പെർഫോമൻസിലൂടെയാണ്. സോ ഇവിടെയും അതാണ് വേണ്ടത്. വാട്ട് ഈസ് യുവർ ആവറേജ് എന്നാ ചോദിക്കേണ്ടത്. ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കാനല്ല പറയേണ്ടത്. ചിലപ്പോൾ ഞാൻ ബ്രെറ്റ് ലീ 6 അടിച്ച പോലെ 6 അടിക്കും. അപ്പൊ അതുകൊണ്ട് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അവിടെ ട്രസ്റ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് യുവർ ഫിനാൻഷ്യൽ ആവറേജ് എന്താ ചോദിക്കേണ്ടത്. ഇയാൾ നിങ്ങൾ എത്ര റിട്ടേൺ എടുക്കാൻ സഹായിക്കും? ഞാൻ പറയും ലോസോട് കൂടി തന്നെ, ലോസുകളുടെ കൂമ്പാരം കൊണ്ട് തന്നെ ക്യാപിറ്റൽ ഡബിളാക്കി കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാൻ പഠിച്ച് ഒരു ആമ എഴഞ്ഞു പോകുന്നത് പോലെ കൺസിസ്റ്റൻസിയോടുകൂടി 100% റിട്ടേൺ എടുക്കുന്ന മണി മാനേജ്മെന്റ് സിസ്റ്റം ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മൈൻഡിലൂടെ നമുക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാവുന്നേ ഉള്ളൂ. അതാണ് പ്രോഗ്രാം നടക്കുന്നത്. അല്ലാതെ ഇവിടെ വലിയ വണ്ടർ ഒന്നും നടക്കുന്നില്ല. അപ്പോ ആ മൈൻഡില് നമുക്ക് പണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നമുക്കത് നമുക്ക് പൈസനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ റോങ് ലാംഗ്വേജ് തലക്കെടുക്കുക. ഗ്രീഡും ഫിയറും ഉള്ള ഒരാൾക്ക് പോലും പണത്തുമ തൊടാൻ പറ്റില്ല. കാരണം നമുക്ക് ലൈഫിൽ എല്ലാത്തിനും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. ഒരു സാധനം 2-3 യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട അല്ല, എന്ത് സാധനവും വേണ്ട നമുക്ക്. അധികം കിട്ടിക്കഴിഞ്ഞാൽ ജ്യൂസ്, ഒരു ഗ്ലാസ് ജ്യൂസ് ആദ്യത്തെ കുടിച്ചാൽ ഓക്കെയാണ്, 2-3 തന്നെ വേണ്ട. ലവ്, സെക്സ്, എഡ്യൂക്കേഷൻ എല്ലാം നമുക്ക് ഓവറായാൽ വേണ്ട. അതുപോലെ പണം ഓവറായാലും വേണ്ട. അത് ആ സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പണത്തിന്റെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാ. പണത്തിനും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പേഴ്സ് കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? യൂസഫ് അലി മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ട് മോനെ പൈസ കൊടുക്കാനല്ലേ പറയുള്ളൂ. കേസ് ചെയ്യുന്ന നോട്ട് വെറ്റ് എടുക്കുക ചെയ്യുന്നേ അല്ലല്ലോ. കാരണം അവരേല് അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. അവർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള തോട്ടിലേക്ക് വരണം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. മൈൻഡ് തെറാപ്പി കഴിഞ്ഞാല് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നാളെ ഒരു ട്രേഡ് ഉണ്ട് എന്നറിഞ്ഞാൽ പോലും ചെയ്യാത്ത അവസ്ഥ വരും. ദെൻ നമുക്ക് അവിടെ മനസ്സിലാക്കാം. പ്രോഫിറ്റ് കണ്ടാൽ സന്തോഷിക്കാത്ത അവസ്ഥ വരും, ലോസ് കണ്ടാൽ വിഷമിക്കാത്ത അവസ്ഥ വരും. എങ്കിൽ മണി ലാംഗ്വേജ് കണക്ട് ആയി. ആ മൈൻഡിൽ നിന്നും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി കാശ് ഉണ്ടാക്കണമെന്ന് പറയില്ല. കാരണം ആ ക്യാൻസർ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ഒരു ആൻസർ നമ്മൾ ഇങ്ങനെ വരുന്നു. പിന്നെ ലൈവ് ട്രേഡ് ചെയ്ത് ഒറ്റ ട്രേഡിൽ നിന്നല്ല, നമുക്കൊരു ഒരു പെർസെന്റേജ് നമുക്ക് അവിടെ നേടാൻ കഴിഞ്ഞുള്ളൂ. അതിന്റെ ഉള്ളിൽ ലോസ് വരും. ജീവിതമാകുമ്പോ വിഷമം മസ്റ്റാ. അപ്പൊ നമ്മള് വിഷമില്ലാത്ത കോഴ്സ് അന്വേഷിച്ച് പോട്ടെ എന്നാ പറയാ.
എന്താ പറയേണ്ടത്? ജീവിതത്തിൽ വിഷമം വന്നു കഴിഞ്ഞാലും എന്നാ വിഷമം ബാധിക്കരുത്, അങ്ങനെ വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചെയ്തോ. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് വരും, ആ ലോസ് എന്റെ ക്യാപിറ്റലിനെ ബാധിക്കാത്ത വല്ല സിസ്റ്റം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്തോ. ദാറ്റ് ഇസ് കോൾഡ് മണി മാനേജ്മെന്റ് മൈൻഡ്. അതിന് ഉറച്ചു നിർത്തുന്ന ഒരു മൈൻഡും കൂടെ വേണം, എങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ലൈവ് ട്രേഡിംഗ് വേണ്ട, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണ്ട. ദാറ്റ് മീൻസ് നമ്മള് എന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ട് നിങ്ങൾ സക്സസ് ആവുമോ? ഒരിക്കലും ആവില്ല. അതായത് നമ്മള് എന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ, ആ ചിന്ത ഉണ്ടെങ്കിൽ, ഞാൻ ലൈഫിൽ ഒരു കാര്യം പറയാം, ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ലൈഫ് സക്സസ് ആയി, സമാധാനം കിട്ടും എന്ന് ആർക്കെങ്കിലും തോട്ടുണ്ടെങ്കിൽ എന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടോ. അത്രേ ഉള്ളൂ. അതും കണക്ട് ചെയ്തു. അതല്ല, അതായത് നമ്മൾ പറയില്ലേ, ഒരാളുടെ മാരേജ് ലൈഫ് സക്സസ് ആകുന്നത് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? അത് എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, ഒരു അക്ഷരം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അങ്ങനെയുണ്ടെങ്കിലോ, ട്രെയിൻ ചെയ്യണമെങ്കിൽ ട്രെയിനിങ് സ്കില്ലാ വേണ്ടത്, അല്ലാതെ ട്രേഡിംഗ് സ്കില്ലല്ല. എത്രയോ നല്ല ട്രേഡേഴ്സ് ഉണ്ട്, പക്ഷെ ഒരു അക്ഷരം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് നോക്കണ്ട. ചില ഹർഷ ബോഗ്ലെ കണ്ടിട്ടുണ്ടോ? ക്രിക്കറ്റിലെ കമന്റേറ്റർ എത്ര ഭംഗിയായിട്ട് അയാള് ക്രിക്കറ്റിന്റെ കളി പറയും, എന്ത് രസമായിട്ട് നമുക്കത് കേട്ടിരിക്കാൻ പറ്റും. അയാൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണോ? സച്ചിനൊക്കെ വന്നിട്ട് കളിക്കുവോ? ഇല്ലല്ലോ. കമാൻഡറി പവറല്ലേ വേണ്ടേ? സോ ഇനി ഇവിടെ തന്നെയല്ല, എവിടെയായാലും ഒരു ട്രെയിനറെ വിലയിരുത്തേണ്ടത് അയാൾ പറയുന്ന ട്രേഡിംഗ് സിസ്റ്റത്തിന് സക്സസ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അയാളുടെ നോക്കേണ്ട കാര്യമില്ല, അയാൾക്ക് ക്യാഷ് ഉണ്ടോ ഇല്ലയോ നോക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ മണി ലാംഗ്വേജ് മനസ്സിലാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ എറ്റേണൽ ലൈഫിനൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അയാൾ ചിലപ്പോൾ നേടുന്നത് കംപ്ലീറ്റ് പുറത്തേക്ക് കൊടുക്കുന്ന ആളായിരിക്കും. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ചിലപ്പോൾ മണിയുടെ ക്യാൻസർ ഉള്ളത് കൊണ്ട്. വൺസ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം പിടികിട്ടും. അപ്പോഴാണ് നമുക്ക് കിളി പറന്നത് പോകുന്നത് പോലെ പൈസയുടെ ലാംഗ്വേജ് കണക്ട് ആവുന്നത്. പൈസ ഇങ്ങനെയാണ് പൈസയുടെ ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് മുതൽ പൈസ വിട്ടുപോകാത്തൊരു സിറ്റുവേഷൻ വരും. പൈസയുടെ ലാംഗ്വേജ് എങ്ങനെയാ? പൈസയ്ക്ക് വേണ്ടി ഓടി വരുന്ന ആളാസ് അകന്നും പോവും. ഇത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് അതിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് പിന്നാലെയൊന്നും പോവില്ല. ഇതാണ് ഈ പറഞ്ഞ സാധനം. സോ മൈൻഡ് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് വിത്ത് കോമ്പൗണ്ടിങ്ങും കൂടെ കയറി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആയി. ഞാൻ എവിടെയും ഇവിടെ നോളജ് കണക്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ. ബിക്കോസ് മനസ്സിലായോ? മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ. അതായത് നമ്മൾ പറയില്ലേ, ബധിരനും മൂങ്ങനും സംസാരിക്കാനും കേൾവി ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അമ്മയോട് കാര്യം പറഞ്ഞാലാണ് നടക്കുക, അയാളോട് കാര്യം പറഞ്ഞാൽ നടക്കൂല. അയാളെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണെങ്കിലും അയാളുടെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നത് അയാളാണ് എന്ന് പറയുന്നത് പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകുന്നുണ്ടെങ്കിൽ ബധിരനും മൂങ്ങനുമായ സ്റ്റോക്ക് മാർക്കറ്റും നോക്കാതെ അയാളുടെ അമ്മയായ മണി മാനേജ്മെന്റും മൈൻഡിനോടും കാര്യം പറഞ്ഞ് നോക്കിക്കോ, സാധനം സക്സസ് ആകുന്നതാണ്. ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി ഞാനൊരു കോമ്പിനേഷൻ പറഞ്ഞു, ഉണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങളും പറഞ്ഞു. ഇപ്പൊ നമ്മുടെ മൈൻഡിൽ തോന്നിയിട്ടുള്ള ഈ സംഗതി ഒക്കെ ഞാൻ പറഞ്ഞ 3 പ്രോബ്ലം ഉണ്ടല്ലോ, ഈ ഡെയിലി പ്രോഫിറ്റും ചാർട്ടും പരിപാടികളൊക്കെ കാണണം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാൻസറിന്റെ ലക്ഷണമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ വെൽത്ത് ഉണ്ടാകും. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ വെൽത്ത് ആണ്. വെൽത്ത് ഉണ്ടാവും. ഫിനിഷ് ചെയ്യാന്നോ? വിത്ത് 5 minutes എന്നുള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്യുക. വെൽത്ത് ഉണ്ടാകും. വെൽത്ത് എന്ന് പറയുന്നത് സമ്പത്ത് അല്ല. ഓക്കെ, വെൽത്ത് എന്ന് പറയുന്നത് സമ്പത്ത് അല്ല. സമ്പത്ത് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ശാരീരികമായിട്ടുള്ള ശരീരത്തിന്റെ ഫ്രീഡം, ഫിസിക്കൽ ഫ്രീഡം വേണം. അതായത് കിഡ്നി, പാങ്ക്രിയാസ്, ഇതിനൊക്കെ അപകടം, കേടും ഹാർട്ടും ഒക്കെ പ്രശ്നമാണ്. ഒരു ഇതൊക്കെ കഴിഞ്ഞിരിക്കുക, സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുക, പൈസ ഉണ്ടായിട്ടുള്ള കാര്യമുണ്ടോ? അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഫിസിക്കൽ ഫ്രീഡം വേണം. നെക്സ്റ്റ് വൺ ഈസ് മെന്റൽ ഫ്രീഡം വേണം. മെന്റൽ ഫ്രീഡം, ദാറ്റ് മീൻസ് ഡിപ്രഷനാ. എന്തുണ്ടായിട്ടെന്താ കാര്യം? സന്തോഷം എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് കാണൂല, കാരണം അത്ര അധികം ഡിപ്രഷനാ. ഒരാളോട് ഒരു സന്തോഷത്തിലും ആളില്ല. മെന്റൽ ഡിപ്രഷനാണ്. മെന്റൽ ഫ്രീഡം കൂടെ വേണം. അതിന്റെ കൂടെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടത്. ഓക്കെ, ഈ 3 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് എന്ന് പറയാം. ഓക്കെ, വെൽത്ത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ അപകടം പിടിച്ച തോട്ടമൊക്കെ പോവും. ഇതിനൊക്കെ കൂടി ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ആ മരുന്നിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജി ആണ് ജി സ്റ്റോക്കിന്റെ ജി. സോ ജി മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെൽത്ത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടുള്ള പേര്. ബിക്കോസ് ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ വന്നാൽ ഫിസിക്കൽ ലൈഫും മെന്റൽ ലൈഫും ഫിനാൻഷ്യൽ ലൈഫും ചേഞ്ച് ആയി പോകും. റൈറ്റ്? അതുകൊണ്ടാണ് ആ റിവ്യൂസ് ഇത്ര അധികം അവിടെ കയറിയിരിക്കുന്നത്, അല്ലാതെ വേറൊരു വണ്ടറും ഇല്ല. അപ്പൊ
ചില സമയത്ത് വയറുവേദന. ഇപ്പൊ എൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. എല്ലാ വർഷങ്ങളായി വയറുവേദനയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വയറുവേദന നിൽക്കുന്നില്ല, ഡോക്ടറെ കാണുന്നു, കുറച്ചു നേരം കഴിയുമ്പോൾ മരുന്ന് കൊടുക്കും, മാറും. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം എവിടെയോ ഒരു ബസ്സിൽ വെച്ച് ഒരു സൈക്യാട്രിസ്റ്റിനെ പരിചയപ്പെട്ടു. ആൾ ക്ലിനിക്കിലേക്ക് വരാൻ പറഞ്ഞു. ക്ലിനിക്കിൽ നിന്ന് ഒരു മെഡിസിൻ കൊടുത്തു, പിന്നെ വയറുവേദന ഉണ്ടായിട്ടില്ല. കാരണം അവിടെയാ കിടക്കുന്നത്, തലയിലാ കിടക്കുന്നത് വേദന. ആണോ അല്ലയോ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ചില സമയത്തേക്ക് നമ്മൾ വല്ല കല്യാണത്തിനോ പാർട്ടിക്കൊക്കെ പോകുമ്പോ അച്ഛനെ എവിടെ മോനെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കാണില്ല, അച്ഛൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല. ഓക്കെ, ഇത് എവിടെന്നാ വരുന്നത്? വയറിന് പ്രോബ്ലം. എന്താ പ്രോബ്ലം? മൈൻഡിൽ നിന്ന് വരുന്നതല്ലേ എന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സൊല്യൂഷൻ കിടക്കുന്നത് അവിടെയല്ല, തലയില. അതുകൊണ്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു റീപ്രോഗ്രാമിംഗ് മൈൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ചേഞ്ച് ആവുന്നതും ഈ പറയുന്ന നമ്മുടെ മൈൻഡിലുള്ള ക്യാൻസർ തോട്ട് മണീനെ റിലേറ്റ് ചെയ്ത ക്യാൻസർ തോട്ട് ഒക്കെ പോകുന്നതാണ്. നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയി മാറുകയും ചെയ്യും. നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിലേക്ക് വെൽത്ത് വരുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു യോഗം കിട്ടാനും ഒരു യോഗം വേണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ എന്നുള്ളതല്ല, ഒരു സുപ്രീം സോഴ്സിൽ നിന്ന് വരുന്നതാണ് ഈ പൈസ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വേറൊരാൾക്ക് ഉപകാരം ഇല്ലെങ്കിൽ ഈ സാധനം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മള് വെൽ ഹ്യൂമൻ ബീയിങ് ആകാനുള്ള തോട്ട് പ്രോസസ്സും മാറണം. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു കോമ്പിനേഷൻ എത്തിയാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവുള്ളൂ. ഹോപ്പ് ഐ തിങ്ക് ഞാൻ സബ്ജക്ട് പ്രസന്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഹോപ്പ് യു ഗെറ്റ് മീ. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലാതെ നമുക്കൊരു 10 മിനിറ്റും കൂടി സ്പെൻഡ് ചെയ്യാം. ദെൻ ഇറ്റ് വിൽ ബി 1 hour അല്ലേ? ഓൾമോസ്റ്റ് 1 hour ആയി. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്റെ അടുത്ത് ചോദിക്കാൻ? ക്യാപിറ്റൽ നിലനിർത്തുക എന്ന് അതാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് എന്റെ 1 ലക്ഷം ക്യാപിറ്റൽ ഇട്ട് 1,02,000 ആയി. നാളെ നമ്മൾ ചെയ്യുമ്പോ ആ ക്യാപിറ്റൽ ചേർന്നിട്ടാണോ ഉദ്ദേശിക്കുന്നത്, അത് പഴയ ക്യാപിറ്റലാണോ ഉദ്ദേശിക്കുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ഒരു ക്യാപിറ്റൽ നമുക്കൊരു ആദ്യം ഞാൻ പറഞ്ഞത് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണമെന്ന്. നമുക്ക് 100% നേടണം. അപ്പൊ ചിലപ്പോൾ 1,02,000 ആയില്ലേ, ചിലപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞാൽ ലോസ് വരെ 98,000 ആവും, 75,000 ആകും, 25,000 ആവും. ഒരു പ്രോബ്ലവും ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന് ഒരു 100 ട്രേഡിലേക്ക് സെയിം പ്രോഫിറ്റ് ഡിഫറെന്റ് ലോസ് ഒക്കെ ആയിട്ട് മാറ്റും. ഡിഫറെന്റ് പ്രോഫിറ്റ് ഡിഫറെന്റ് ലോസ് ഒക്കെ മാറ്റും. അതിനൊരു പ്രോപ്പർ മണി മാനേജ്മെന്റ് കാൽക്കുലേഷൻ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ അത് ഡീപ്പായിട്ട് ആ കാൽക്കുലേഷൻ നിങ്ങൾക്കുള്ള ഒരു എക്സൽ പ്രോഗ്രാം ചെയ്തു തന്നിട്ടുണ്ട്. ആ എക്സൽ വെച്ചിട്ട് ലൈഫിലോ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണിയെടുക്കുള്ളൂ. ആ എക്സൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റലിന് താഴെ നിങ്ങൾ പോകില്ല എന്നല്ല പറയുന്നത്, പോകും. ഒരു പീരീഡ് നമ്മളൊരു കുട്ടീനെ സ്കൂളിൽ ചേർത്തിട്ടേ, നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർത്തിട്ട് മകന് നാളെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു, കിട്ടുന്നില്ല. ഇതെല്ലാ ദിവസവും തന്നെ. അവസാനം ടീച്ചർ എന്നെ വിളിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, ക്വാർട്ടേർലി എക്സാം വരുമല്ലോ, എക്സാം വരുമ്പോൾ അവന് 90% മാർക്ക് ഉണ്ടാവും. അത് പോരെ, നമുക്കും അത് പോരെ. അതുപോലെ തന്നെ നമ്മളുടെ പൈസയുടെ ഒരു കണക്കെടുപ്പ് നമ്മളിത് കിടക്കുന്ന ആഫ്റ്റർ 100 ട്രേഡ് ആണ്. പ്രോബബിലിറ്റി മാത്തമാറ്റിക്സിൽ 100 ട്രേഡ് കഴിയുമ്പോൾ അതിൽ ഒരുപാട് ലോസുകൾ ഉണ്ടാവും. ലോസ് ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്, ലോസോട് കൂടി നമ്മൾ വെൽത്തിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. അതിനൊരു എക്സൽ പ്രോഗ്രാം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങളെ വെറുതെ പറയല്ല, പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ അത് ചായ ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, നിങ്ങളുടെ നാവ് പൊള്ളണ്ടേ, എക്സ്പീരിയൻസ് ചെയ്യണ്ടേ, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിക്കും കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട പരിപാടിയും കൂടിയുള്ള ഒരു എക്സൽ ഉണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിന്റെ സക്സസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് മനസ്സിലാകാത്തത് കൊണ്ട് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാര്. ലാംഗ്വേജ് മനസ്സിലാക്കിയാൽ സ്റ്റാർട്ടിങ് നമ്മൾ സക്സസ് ചെയ്യുന്ന തുടങ്ങുക. 1 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് ഒരു പ്രോപ്പർ ടൈം പീരീഡ് കഴിയുമ്പോൾ 1 ലക്ഷത്തിന്റെ താഴെ ഇല്ലാണ്ടിരുന്നാൽ പോരെ. 1 ലക്ഷത്തിന്റെ താഴെ ഉണ്ടെങ്കിലല്ലേ ഫെയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ക്യാപിറ്റലിന്റെ മുകളിലേക്ക് 1 രൂപ കൂടി അല്ലെങ്കിൽ ക്യാപിറ്റൽ തന്നെ അവസാനിച്ചു കഴിഞ്ഞാലും നമ്മൾ ഫെയിലിയർ എന്ന് പറയാൻ പറ്റുമോ? സോ പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് പോകല്ലേ, ക്യാപിറ്റൽ പ്രൊട്ടക്ഷനിലേക്ക് വരൂ. ഓക്കെ, മാസ്റ്റർ കരാട്ടെ പഠിക്കുമ്പോ അറ്റാക്കിലേക്ക് പോകല്ലേ, ഡിഫെൻഡ് ചെയ്യൂ അല്ലെ, ഡിഫെൻസ് പഠിക്കൂ. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എല്ലാ അടവുകളും എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അവൻ എന്തെടുത്തിട്ടടിക്കും, അവസാനം ഒന്നൊരു എന്ത് കൊടുത്താൽ വീഴൂലേ. ഓക്കെ, അപ്പോ റിവേഴ്സ് അല്ലേ സാധനം അല്ലേ, അറ്റാക്ക് അല്ലല്ലോ, ഡിഫെൻസ് അല്ലേ. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകളൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ സ്ട്രാറ്റജി പഠിച്ചുകൊണ്ടിരിക്കുക. അക്കാഡമിയിലേക്കും പോകും, യൂട്യൂബിലേക്കും. ഞാനിതുവരെ ഒന്നും പഠിച്ചിട്ടില്ല.
ആ. ഞാൻ എന്റേതായ നോളജ് വെച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗതി Yes, ആ നോളേജ് ഞാൻ പറയാം, അത് യൂട്യൂബ് ആകാം, അക്കാഡമി ആകാം, സെൽഫ് നോളേജ് ആകാം, സെൽഫ് നോളേജ് ആകാം. ആ സെൽഫ് നോളേജ് നിങ്ങൾ ഏത് സ്റ്റോക്കാണ് വാങ്ങിക്കേണ്ടത് എന്ന് പറയുന്ന അനാലിസിന് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും. അത് എപ്പോഴും വാങ്ങിക്കണം, എപ്പോൾ വെക്കണം എന്ന് പറയുന്ന ചാർട്ടുകൾ പഠിക്കുന്ന ടെക്നിക്കൽ അനാലിസിസും ഈ സാധനമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ട്. കാരണം അത് മാർക്കറ്റാണ്. ഇത് അവര് പറഞ്ഞ ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട് സ്ട്രാറ്റജികൾ ഒന്നും വർക്ക് ആവാത്തത്. അതാ പറഞ്ഞത്, സ്ട്രാറ്റജികൾ ഒന്നും വർക്ക് ആയില്ലെങ്കിലും എന്റെ സക്സസ് ഗ്യാരണ്ടി ആകണമെങ്കിൽ മണി മാനേജ്മെന്റിനെ പിടിച്ചോളാൻ അതാ പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മാർക്കറ്റ്, അതാ പറഞ്ഞത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എങ്ങോട്ട് വേണേലും പോട്ടെ, കയറി ഇറങ്ങി എന്ത് വേണേലും ആയിക്കോട്ടെ, എന്റെ ക്യാപിറ്റൽ 100 ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിനെയാണ് മണി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോട്ടെ, നാളെ ട്രംപ് എന്തെങ്കിലും പറഞ്ഞ് നാളെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട്, ഐ ഡോണ്ട് കെയർ. ആഫ്റ്റർ 100 ട്രേഡ്സ് 60-65 ലോസ് ആയാലും എനിക്കൊരു പ്രശ്നമില്ല. 100ാമത്തെ ട്രേഡ് കഴിയുമ്പോൾ എന്റെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിൽ നിൽക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന എന്നെ ചലഞ്ച് ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ എന്താ ചലഞ്ച് ചെയ്യാത്ത? ചലഞ്ച് ചെയ്യണം. ഈ പറഞ്ഞ സാധനം ചലഞ്ച് ചെയ്തിട്ട് അത് ഓപ്പോസിറ്റ് വന്നില്ലെങ്കിൽ 5 ഫീസ് ഞാൻ തിരിച്ചു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിന് നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്താൽ 2000 രൂപ കുറവുണ്ട്, 3000 ഒന്നും പറയില്ല, 1 രൂപ കുറവില്ല. കാരണം പെയ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ ഇത് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നവർ ഇങ്ങനെ ഒരു സാധനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കാണുക വേണ്ടിയിട്ടാ. 25 സീറ്റ്സ് മാത്രമേ ഫ്രീ ആയിട്ട് അവൈലബിൾ ഉള്ളൂ. അപ്പോ 250 പേര് വന്നാൽ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പെയ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഇരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ തീം നിങ്ങൾ മനസ്സിലാക്കണം. തീം മനസ്സിലാക്കിയിട്ട് ഒരു രജിസ്ട്രേഷൻ ആയി 1000 റുപ്പീസ് സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിയണം. ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ കയറിയിരിക്കാം. എന്നിട്ടും 5 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വരും. നമുക്ക് ആ മണി കോൺസെപ്റ്റാ പറയുന്നത്. ഗുഡ് മണി മതി, ബാഡ് മണി വേണ്ട. ഓക്കെ, പിന്നെ ഗുഡ് മണി മതി, ബാഡ് മണി വേണ്ട. പിന്നെ എന്ത് സാധനവും ഒരു കാര്യം ഇവിടെ നിന്നല്ലെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. അങ്ങനെ ഫ്രീ കൊടുക്കുന്നവരാകുക, അപ്പോഴാണ് പൈസ വരുള്ളൂ. ഫ്രീ എടുക്കുന്നവരായ പൈസ വരില്ല. അപ്പൊ എന്ത് സംഗതിക്കും ഒരാളുടെ ടൈം ആൻഡ് എഫർട്ടാണ് നമ്മൾ ഈ എടുത്തോണ്ട് പോകുന്നത്. ഐ ഹാവ് ടു പേ ഫോർ ഹിം, എനിക്ക് ഫ്രീ വേണ്ട എന്നാ പറയേണ്ടത്. അപ്പോ ഈ 1000 രൂപ വാങ്ങിക്കുന്നത് എന്നിട്ടും 5 ക്ലാസ് കഴിഞ്ഞിട്ടും ഇല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്കത് ഗുഡ് മണി അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് കേട്ടോ. അപ്പോ കോഴ്സിൽ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ബാലൻസ് ഫീസ് അടച്ചാലും മതി. അത് ഡിസ്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം കഴിയുമ്പോൾ താങ്ക് യു വെരി മച്ച് എന്നേ നിങ്ങൾ പറയുള്ളൂ. അതാണ് നമ്മുടെ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. വണ്ടേഴ്സ് ഇസ് ദർ. അപ്പൊ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ മാറിപ്പോവും, ലൈഫും മാറും. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ഓൾ ഏരിയയിലേക്ക് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി എ ഗുഡ്. ഹലോ ഞാൻ കുറെ വിളിച്ച് കേട്ടില്ല, അവിടെ പിന്നെ ഹാൻഡ് റൈസ് ചെയ്തു. ഏതാണ് സാർ എന്റെ സംശയം, സാർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൺവിൻസ്ഡ് ആണ്. അപ്പോ അതിന്റെ കൂടെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ ഇപ്പോ ഞാനൊരു ബിഗിനറാണ്. ബിഗിനർ ലെവലില് 2-3 രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകൾക്ക് 2 lakhs 5 lakhs ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത് റിസ്ക് എടുക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവും. ചില ആളുകൾക്ക് ചിലപ്പം 10-20 കാപ്പബിലിറ്റി ഉണ്ടാവും. അപ്പൊ സാർ ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ എത്ര മിനിമം എമൗണ്ട് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, ആൻസർ ചെയ്യാലോ അല്ലെ. അതായത് നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സ്കില്ലുള്ള ആളാവുക എന്നുള്ളതാണ്. നമ്പർ 1 ഡ്രൈവർ ആവുക എന്നുള്ളതാണ് കാര്യം. നമ്പർ 1 ഡ്രൈവർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കാറ് വേണമെന്നില്ല, അപ്പുറത്തെ വീട്ടിലെ റോൾസ് റോയ്സ് ഓടിക്കാം. മനസ്സിലായോ? പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ മാർക്കറ്റിൽ ഇല്ലാത്തത്, എനിക്ക് പൈസ ഇല്ലാത്തതല്ല പ്രോബ്ലം. പൈസ നിങ്ങൾ കടം ചോദിച്ചാലേ കിട്ടാതിരിക്കുള്ളൂ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, ഐ ഹാവ് എ ഫിനാൻഷ്യൽ ഇൻകം സ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് സ്കിൽ. ഞാൻ 100% മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ എടുക്കുന്നത് എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. 100% എന്നാ പറയുന്നത്. 90% ആൾക്കാരും നമ്മൾ ലോകത്ത് സംസാരിക്കുന്നത് എമൗണ്ടിലാണ്, പെർസെന്റേജിലാണ് സംസാരിക്കേണ്ടത്. ഫെഡറൽ ബാങ്കിൽ FD ഇടാൻ പോയി കഴിഞ്ഞാൽ 1 കോടി ഉണ്ടെങ്കിലും 1 ലക്ഷം ഉണ്ടെങ്കിലും 7.5% പറയുന്നുള്ളൂ. നിങ്ങൾ 100 രൂപ 200 ആക്കുന്നതും 20,000 രൂപ 40,000 ആക്കുന്നതും 2 കോടി 4 കോടി ആക്കുന്നതും എല്ലാം 100% ആണ്. പെർസെന്റേജിൽ സക്സസ് ആകുന്ന ഒരാളായി മാറാനാണ് എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും പെർസെന്റേജ് എടുത്തു എന്നാ പറയേണ്ടത്. അങ്ങനെ പെർസെന്റേജ് എടുത്തെന്ന് പ്രൂവ് ചെയ്ത് നോക്കിയ മാർക്കറ്റിൽ വീടിന്റെ മുന്നിൽ ആൾക്കാർ ക്യാപിറ്റലുമായിട്ട് പോവില്ല.
നമ്മളുടെ അടുത്ത് തന്നെ പറയാറുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ എന്ന്. പൈസ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഉള്ള ഗൈഡൻസ് പഠിക്കാനും സമയമില്ല. ബിസിനസിന്റെ തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ എനിക്ക് തരൂ. റംഷാദ് പറയുന്ന ആൾക്കാരെ എനിക്ക് ഓക്കെ ആണ് എന്ന് പറയുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്ര പെർസെന്റേജ് എടുക്കാൻ അയാൾ കേപ്പബിൾ ആണ്. അയാളുടെ കയ്യിൽ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. എടുത്തത് 1000 രൂപ 2000 രൂപയോ 10,000-ന് 20,000 രൂപ ആക്കിയിട്ടുണ്ടാവുള്ളൂ. പെർസെന്റേജിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒരു സ്കില്ലുള്ളവനാവാൻ നോക്കൂ. നമുക്ക് അപ്പുറത്തവന്റെ വീട്ടിലെ കാറ് ഓടിക്കാം. ഓക്കെ, സ്വന്തം കാറ് വേണമെന്നില്ല കേട്ടോ. എത്ര ക്യാപിറ്റൽ ആയാലും നോ വറി അറ്റ് ഓൾ, പെർസെന്റേജിൽ വലുതാക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ എമൗണ്ടിലല്ല. 1000 രൂപ കിട്ടുമോ 2000 രൂപ കിട്ടുമോ എന്ന് പറയുന്നത് റോങ് തോട്ടാണ്. ഓക്കെ, കിട്ടിയോ? ക്യാപിറ്റൽ എത്ര ആയാലും പ്രോബ്ലം ഇല്ലെന്ന്. ക്യാപിറ്റൽ എത്രയായാലും പ്രോബ്ലം ഇല്ല. നിങ്ങളുടെ എമൗണ്ട് 20,000 ആണെങ്കിൽ അത് 40,000 ആക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 100% ഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ 2 കോടിനെ 4 കോടി ആക്കിയാലും ഈ 20,000 40,000 ആക്കിയ ആളുടെ കപ്പാസിറ്റി തന്നെ അല്ലേ ഉള്ളൂ. വേറെ കപ്പാസിറ്റി ഒന്നും ഇല്ലല്ലോ. 100% ആ രണ്ടുപേരും അച്ചീവ് ചെയ്തത്. എമൗണ്ട് കൂടുമ്പോൾ ക്യാപിറ്റൽ കൂടുമ്പോൾ അതിനനുസരിച്ച് ഫിഗർ കൂടുന്നതേ ഉള്ളൂ. പെർസെന്റേജിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ. 1 കോടി കൊണ്ട് FD ഇടാൻ ഫെഡറൽ ബാങ്കിൽ പോയ മാനേജർ പറയും 1 കൊല്ലത്തിന് 7.25% ഉണ്ട്. 1 ലക്ഷം ഉള്ളൂ സാറേ, 7.25% തന്നെ കിട്ടും അല്ലേ? ആ എമൗണ്ട് മാറുന്നുണ്ടാവും. റൈറ്റ് ഓർ നോട്ട്? യെസ്. അപ്പൊ പെർസെന്റേജിൽ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ കയ്യിൽ പോലും ക്യാപിറ്റൽ വേണ്ട. ക്യാപിറ്റലായിട്ട് ആൾക്കാർ വരിവരിയായിട്ട് നിൽക്കുക, പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഓക്കെ, അതിന് കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് മാറുക എന്നതായിരിക്കണം ലക്ഷ്യം. ഓക്കെ, 50% ഒക്കെ എടുത്തോ, കുഴപ്പമില്ല. ക്യാപിറ്റലും കിട്ടുന്നതിന്റെ 50% എടുത്തു. എന്നാലും പ്രോപ്പർ ആയിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടോ ജി സ്റ്റോക്ക് എന്നാ ചോദിക്കാറ്. എന്റെ പൈസ കൊണ്ട് വേറത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആളുണ്ടോ ജി സ്റ്റോക്ക് എന്നാ ചോദിക്കാറ്. വി ഹാവ് ബണ്ടിൽ ഓഫ് പീപ്പിൾ വി ഹാവ്. ഓക്കെ, അതിന്റെ കൂടെ സാർ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണോ, സിംപ്ലൈഡ് ആണോ, ഓപ്ഷൻ ആണോ, ഫ്യൂച്ചർ ആണോ, ഏതാ സാർ ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെയിലി ട്രേഡിംഗ് ഒന്നൊന്നുമില്ല, എല്ലാം ഒന്നാണ്. ഇത് ആളുകൾ ഇപ്പൊ നിങ്ങളിപ്പോ റോങ് സോഴ്സാ, എല്ലാം റോങ് ആയിട്ട് നിങ്ങൾ കേൾക്കുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് വേറെ, ഇൻട്രാഡേ വേറെ, ഒന്നുമല്ല, എല്ലാം ഒന്നാ. കാരണം വെച്ചാല് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? 15 ദിവസം, ഇപ്പൊ ഉദാഹരണം പറയാം, ഈ സ്റ്റോക്ക് ഒരു 15 ദിവസം കൊണ്ട് 20% എടുക്കാൻ പറ്റും എന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാക്കി തരലാണ് ചെറിയ പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സ്കില്ല് ഉള്ള ഒരാളാക്കി നിങ്ങളെ മാറ്റുക. 10% കയറും ഇത്ര ദിവസം കൊണ്ട് എന്ന് പറയുന്ന നിങ്ങൾ അതിൽ എക്സ്പേർട്ടാണ്. ശ്രദ്ധിക്കൂ, അതിൽ എക്സ്പെർട്ട്. 10 ദിവസം കൊണ്ട് ഈ സ്റ്റോക്ക് 20% കയറും, 20 ദിവസം കൊണ്ട് 5% കയറുന്ന സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾ മാസ്റ്റർ ആണ് എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 10 ദിവസം കൊണ്ട് 20% കയറുന്ന ഈ സ്റ്റോക്ക് 10 ദിവസത്തിൽ കൂടെ അല്ല 20%ത്തേക്ക് പോകുന്നേ. ഇനി ഡെയിലി ട്രേഡ് ചെയ്യാൻ വേറെ സ്റ്റോക്ക് വേണോ? ഇത് തന്നെ പോരെ? പറഞ്ഞോ. അപ്പൊ രണ്ടും ഒന്നല്ലേ? അപ്പോ ഞാനൊരു കാര്യം, ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡേക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത്, കാസർഗോഡേക്ക് പോകുന്ന ഒരു ട്രെയിനിന് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് തൃശ്ശൂരിലൂടെ പോകുന്നുണ്ടല്ലേ. അപ്പൊ എനിക്ക് തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുക്കാലോ. ട്രെയിൻ പോകുന്നത് കാസർഗോഡേക്കല്ലേ, ബാംഗ്ലൂർക്കല്ലേ? പറഞ്ഞോ. വലിയ ജേണിയുടെ ഒരു പാർട്ടാണ് ചെറിയ ജേണി. രണ്ടും ഒന്നാ. തെങ്ങ് പോലെയാണ്. നാളികേരം യൂസ് ചെയ്യാം, അതിന്റെ പട്ടയം യൂസ് ചെയ്യാം, മറ്റുള്ള എല്ലാ മൾട്ടി പർപ്പസാ. രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്ന് അറിയുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ ആവണം നമ്മള്. നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഡെയിലി ട്രേഡിംഗിൽ ഓൾറെഡി മാസ്റ്റർ ആണ്. മനസ്സിലായോ? കണക്ട് ചെയ്ത് തന്നാൽ മാത്രം മതി. ഒരെണ്ണം മര്യാദക്ക് അറിയാത്തതുകൊണ്ടാണ് ആളുകൾക്ക് ട്രാഫിക് ആണ് മൈൻഡില്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ ഇവിടെ ഫീസ് ഇൻവെസ്റ്റ് ചെയ്യലല്ല. ഇപ്പൊ 35,000 ഇൻക്ലൂഡിംഗ് GST ആയിട്ടാണ് പ്രോഗ്രാമിന് അറ്റ് പ്രസന്റ് പ്രോഗ്രാമിന് ഫീസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫീസ് അല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തിരിച്ചു കിട്ടും, വേറെ ഏതൊക്കെ രീതി ഉണ്ടാക്കാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വാലിഡ് ടൈം അല്ലേ. 4.5 മാസത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്റെ എത്രയോ പ്രശ്നങ്ങൾക്ക് ഇടയിൽ വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ആ സമയം വേസ്റ്റ് ആവുന്നല്ലേ ഏറ്റവും പ്രശ്നം. ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ. അത് കഴിഞ്ഞാൽ ബിഫോർ ജി സ്റ്റോക്ക്, ആഫ്റ്റർ ജി സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം അവിടെ. അത് വാക്ക് തരാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ വരാം എന്നേ പറയേണ്ടതുള്ളൂ അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് ആക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നും ആയില്ലല്ലോ. അതിന്റെ ഒരു കോമ്പിനേഷൻ കിട്ടിയില്ലല്ലോ. പറയാം, ലാസ്റ്റ് ക്ലാസ്സിൽ റിവ്യൂ ഇട്ട് എല്ലാവരും മുന്നിൽ വെച്ച് പറയാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? റൈറ്റ്.
സോ ഇവിടെ പറഞ്ഞത് ഒന്നുമല്ല നമ്മളുടെ കണ്ടന്റിലേക്ക് വരിക. ഞാനിത് നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യാൻ വിളിക്കുന്നതുമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളിപ്പോ ചെയ്തു തന്നിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് 25-30 ആൾക്കാരെ നമ്മൾ എടുക്കും. കാരണം 125 ആൾക്കാർ എന്തായാലും പെയ്ഡ് ആയിട്ട് ബാച്ചിൽ ഉണ്ടാകും. അപ്പൊ ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വേറൊരാളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജിസ്റ്റോക്ക് അക്കാദമി ഒരു ഫെയിലിയർ ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോ ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ തരണം. ഓക്കെ, ഒരു കാര്യം കൂടി, പിന്നെ ഏതൊരു ട്രേഡ് ആണെങ്കിലും സാർ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ബൈ നെയിം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എത്ര വലിയ ട്രെൻഡ് സെറ്റപ്പ് ഉണ്ടെങ്കിലും എത്ര വലിയ സാധ്യത ഉണ്ടെങ്കിലും ഇതിൽ ലോസ് സംഭവിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ റേഷ്യോ പൊസിഷനിങ് കൃത്യമായിട്ട് ആ റേഷ്യോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിന്നിങ് റേഷ്യോ സ്വാഭാവികമായിട്ടും ലോസ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതിന്റെ അത് സാർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ സാർ ഈ മണി മാനേജ്മെന്റിന്റെ കൂടെ നമ്മളെ ട്രേഡിംഗ് സെറ്റപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ഒരു എൻട്രി കോൺസെപ്റ്റ് ചെയ്യണമെന്നോ, എൻട്രി കോൺസെപ്റ്റ്, എക്സിറ്റ് കോൺസെപ്റ്റ്, ഈ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടോ ഇതിന്റെ കൂടെ? ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതൊന്നും ബേസിക് പ്രോഗ്രാം അല്ല, വളരെ ബേസിക് ഒന്നും നമ്മൾ പഠിക്കുന്ന അഡ്വാൻസ് ആണോ ഒന്നും നമ്മൾ അറിയണ്ട. നമ്മൾ അതിന്റെ മാസ്റ്റർ ആയാൽ മതി. ഞാൻ അഡ്വാൻസ് ആണ് നിങ്ങൾ പഠിക്കണമെന്നല്ല. നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ഒരു ഡോക്ടർ ECG കണ്ടിട്ട് പറയാറില്ല 3 മണിക്കൂറുള്ള വേഗം പോക്കോ, വെറുതെ സാധാരണ ആംബുലൻസിൽ പോയാൽ പോരാ, പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ തന്നെ പോകണം. ഇത് പറയുന്നത് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരാളോടാണ്. ആള് പറയേ അതൊന്നുമല്ല, ഞാൻ കപ്പഴിച്ചിട്ട് വന്ന ഗ്യാസാണ്, അസിഡിറ്റിയാണ്, എനിക്ക് ഡോക്ടർ അങ്ങനെ വന്നാമെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയില്ലേ 3 മണിക്കൂറുള്ളൂ ഇവിടുന്ന് എഴുന്നിട്ട് പരിപാടി നോക്കിക്കോളാൻ പറയില്ലേ? അപ്പോ അടുത്ത 3 മണിക്കൂറിൽ ഹെൽത്തി ആയാലും ഡൗൺ ആണോ മുകളിലേക്കാണോ പോകുന്നതെന്ന് ആൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആള് ഫ്യൂച്ചർ ഒന്നും അല്ലല്ലോ പറയുന്നേ, ജ്യോതിഷനാള് അല്ലല്ലോ. അതിന്റെ ഒരു സിംറ്റം അവിടെ വന്നു കഴിഞ്ഞു അല്ലെ? സുനാമി വന്ന സമയത്ത് മൃഗങ്ങൾ ഇവിടുന്ന് കൂട്ടപ്പലായനം ചെയ്തു കാട്ടിന്ന്. ഇവിടുന്ന് കുറെ ആപ്പിൾ ഐഫോണിലും സാംസങ്ങിലും ഒക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് തിരക്കിലായിരുന്നു നമ്മള്. 4ന്റെ അന്ന് സുനാമി വന്ന് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. അവര് നേരത്തെ പോയി. അപ്പൊ ഇവിടെ പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് കയറാൻ പോവാണ്. അപ്പോൾ ശാന്തമായി നിൽക്കുകയായിരിക്കും, അടിയൊഴുക്ക് ഉണ്ടാവും. ആ അടിയൊഴുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അവിടെ തന്നെ സിഗ്നലുകൾ ഉണ്ട്. ആ സിഗ്നൽ പഠിക്കുന്ന പരിപാടിയാണ് ടെക്നിക്കൽ അനാലിസിസ്. അതിൽ നമ്മൾ മാസ്റ്റർ ആകും. അടുത്ത ദിവസങ്ങളിൽ സ്റ്റോക്ക് ഉയർന്നു പോകാൻ പോകുന്നു എന്നുള്ള ആ സ്കില്ല് നമുക്ക് ഡോക്ടറെ ECG എടുക്കുന്നത് പോലെ നമുക്ക് പഠിക്കാം. എന്നിട്ട് അണ്ടർലൈൻ ദ വേർഡ്, എന്നിട്ട് ആ സ്കില്ലിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗാംബ്ലറായി കിട്ടിയോ? നാളെ സ്റ്റോക്ക് ഉയർന്നു പോകുമെന്ന് പറയുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് വന്നാലും ആ ഉയർന്നു പോകുന്നതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിയാൽ നാളെ ഉയർന്നു പോയില്ലെങ്കിലോ ഫ്യൂച്ചർ അല്ലേ? ഹൈ പ്രോബബിലിറ്റി ഉണ്ടായാൽ പോലും അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനെ മണി മാനേജ്മെന്റുമായിട്ട് കണക്ട് ചെയ്യണം, പ്രോബബിലിറ്റി മാനേജ്മെന്റുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോ അത്രയും ഉയർന്ന സ്കില്ലിൽ ഡോക്ടർ പറഞ്ഞു 1500 ECG പറഞ്ഞിട്ട് 1499 മരിച്ചിട്ടുണ്ട് ആള് പറയുമ്പോ 1500ാമത്തെ വന്നാലും അതിന് ദൈവത്തിന്റെ അദൃശ്യ കൈ എന്ന് പറഞ്ഞ് രക്ഷപ്പെടൂലേ? പറഞ്ഞോ വരില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടുമോ? അത്ര ഉറപ്പുള്ളതാണെങ്കിൽ പോലും ആ നോളേജിൽ ട്രസ്റ്റ് ചെയ്താൽ, അമേരിക്കയിൽ പോയിട്ട് എഡ്യൂക്കേഷൻ എടുത്തിട്ട് ട്രസ്റ്റ് ചെയ്താലും ഗാംബ്ലർ തന്നെയാണ്, എഡ്യൂക്കേറ്റഡ് ഗാംബ്ലർ. ഇവിടെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ സാധനം ഹൈ പ്രോബബിലിറ്റി ഉള്ളൂ. മണി മാനേജ്മെന്റിനെ കണക്ട് ചെയ്യണം. ഇൻ കേസ് അത് ഓപ്പോസിറ്റ് വന്നാലും എന്റെ ക്യാപിറ്റൽ സേഫ് ആവുന്ന ഒരു മണി മാനേജ്മെന്റിൽ മാത്രമേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വിശ്വസിക്കണമെങ്കിൽ മൈൻഡിന് ക്യാൻസർ പോകണം. സോ മൈൻഡ് തെറാപ്പി ഈസ് നീഡഡ്. ഗോട്ട് ഇറ്റ്? കോമ്പിനേഷൻ ഓക്കെ സാറേ? ഇനിയിപ്പോൾ ഒരു കാര്യം വരും സാറേ, പറയൂ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയാലോ. എങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയാലോ? നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയണം, പറഞ്ഞു. അതായത് ലോസ് വരട്ടെ. എന്തിനാ ജീവിതത്തിൽ വിഷമത്തിനെ പേടിക്കുന്നത്? വരാണ്ടിരിക്കുവോ? അത് വിഷമങ്ങൾ വരാണ്ടിരിക്കുവോ ജീവിതത്തിൽ? വരുമ്പോ എന്റെ മൈൻഡിന്റെ ഉള്ളിലേക്ക് എടുക്കാതെ അത് ചേമ്പിന്റെ ലേമ വെള്ളം ഒഴിക്കുന്നത് പോലെ തട്ടിപ്പോട്ടെ, വരാനുള്ള എന്തായാലും വരും. അപ്പൊ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട്. കാരണം അത്ര ഹൈ പ്രോബബിലിറ്റിയിൽ സ്റ്റോക്ക് കയറുമെന്നുള്ളൊരു പഠനം നമ്മൾ പഠിച്ചാലും അതിനെതിരെ സംഭവിക്കുമ്പോൾ ആ വരുന്ന ലോസ് നമ്മളുടെ കാൽക്കുലേറ്റഡ് ആയിരിക്കും. അടിച്ചു പോകും, ഒരു പ്രോബ്ലം ഇല്ല. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ 8 സ്റ്റോക്ക് കയറണമെങ്കിൽ 8 ലോസിൽ പോകും, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഈ ഫിനാൻഷ്യൽ പ്ലാൻ കഴിയുമ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവും. അത് എന്റെ ഗ്യാരണ്ടി അല്ല, പ്രോബബിലിറ്റി മാനേജ്മെന്റ് ഉള്ളതുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് 5 ഫീസ് ഗ്യാരണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകൂലേ?
അപ്പൊ അതങ്ങനെ അന്ന് പ്രകൃതി നിയമമാണത്. കണ്ടല്ലേ കേട്ടോ? സാറേ ആ ലോസ് ഉണ്ടാകും കേട്ടോ, ആക്ച്വലി ഡെഫിനറ്റ്ലി ലോസ് ഉണ്ടാകും. ആ ഫൈൻ ഫൈൻ അത് മനസ്സിലാക്കാൻ പറ്റും. ആ. ആക്ച്വലി എന്റെ ലൈഫിൽ ഞാനിപ്പോ 2 കോഴ്സ് അറ്റൻഡ് ചെയ്തു. ആ. ആ കോഴ്സ് മോശമായത് കൊണ്ടാണോ ഞാൻ മോശമായതുകൊണ്ടോ എന്ന് എനിക്കറിയില്ല. ആ. അത്ര സക്സസ്ഫുൾ ട്രേഡർ അല്ല ഇപ്പോഴും. ഇപ്പോഴും ഞാൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴ്സിന്റെ കണ്ടന്റ് മോശമാണെന്ന് പറയണല്ല, ആ എൻലൈറ്റഡ് വ്യൂ ഉള്ള അക്കാഡമികളും ഇല്ല. അതാണ് വേറെ പ്രശ്നം. ഞാൻ അതില് ഞാൻ അക്കാഡമികളെ കുറ്റം പറയുന്നതല്ല. ഇപ്പൊ പറയില്ലേ സുരാജ് വെഞ്ഞാറമൂട് ഏതോ ഒരു സിനിമയിൽ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമയില് ദിലീപ് പരിചയപ്പെടുന്നു. ഇയാള് റിസർവ് ബാങ്ക് ഒക്കെ സ്വന്തമായിട്ടുള്ള ആളാണ്. അപ്പോ പുള്ളി പറഞ്ഞല്ലേ 2 എണ്ണം എന്ന് പറയില്ലേ റിസർവ് ബാങ്ക്, ഇല്ലേ പറയില്ലേ? അതേപോലെ ആണ് അക്കാഡമികൾ പറയണത്. ഒരു സ്ട്രാറ്റജി അല്ല, 25 എണ്ണം 25 സ്ട്രാറ്റജി ഉണ്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്ട്രാറ്റജി തന്നെ അപകടം, ഗാംബ്ലറാ. ഞാൻ പറഞ്ഞ എന്താ, നമ്മളൊരു സ്റ്റോക്കുമ്പോ തൊട്ടാ മുകളിലേക്ക് പോകുന്ന ഹൈ പ്രോബബിലിറ്റി പഠിക്കണം നമ്മള്. എന്നിട്ട് അതിന് ട്രസ്റ്റ് ചെയ്യരുത്. മണി മാനേജ്മെന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. കാരണം ട്രസ്റ്റ് ചെയ്ത ഗാംബ്ലറായി എന്ന് പറയുന്ന വെളിപാടുള്ള കണ്ടന്റ് ഈസ് നോട്ട് അവൈലബിൾ ഹിയർ. ബിക്കോസ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പറയുന്നേക്കാളും കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഗാസയില് വെടിനിർത്തൽ നിന്നപ്പോൾ ഇപ്പൊ സെല്ല് വരും ഞങ്ങൾ ഇങ്ങനെ കാത്തുന്നു. എല്ലാം കാശാണ് പോയി എന്നല്ലാണ്ട് ഒക്കെ ബയ്യ കയറിപ്പോയത്. അല്ല, അതിനൊന്നും ട്രസ്റ്റ് ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞു. അവിടെ നടക്ക് എന്തു വേണേലും നടന്നോട്ടെ, അവിടെ സക്സസ് ആകുന്ന അവിടെ ശ്രദ്ധിച്ചിട്ടല്ല. വയറുവേദന മാറാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയാൽ വയറുവേദന മാറുന്ന കാലം ഉണ്ടാവില്ല. തലയ്ക്കൊരു മരുന്ന് കുടിച്ചപ്പോ മാറിയില്ലേ അത് എന്ന് പറയുന്ന പോലെ അസുഖം അവിടെ, ട്രീറ്റ്മെന്റ് ഇവിടെയാണ്. ഓക്കെ, അത് മാത്രല്ല ഇതിപ്പം ചൂടുള്ള പാലില് മുഖം കുത്തിയ പൂച്ച ഭക്ഷണം കണ്ടാലും പേടിക്കുന്ന ആ സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. റൈറ്റ്? അതുകൊണ്ടാണ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. 1000 രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞത് മൈൻഡ് ഒന്ന് ക്ലിയർ ആവാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ലോകത്തെന്ന് മനസ്സിലാവണ്ടേ? ഓക്കെ, അപ്പൊ മാത്രമല്ല നമുക്ക് ഇതിന്റെ ഒരു റൈറ്റ് കണ്ടന്റും അവൈലബിൾ ആണ്. അപ്പൊ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകൾ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല, കറക്റ്റ് ആണ്, നിങ്ങൾ വേർഡും കറക്റ്റാ. അങ്ങനെ അല്ല എന്നുള്ളതും എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു അവസരം വേണ്ടേ? ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്തോ. എന്നിട്ട് പക്ഷെ അവിടെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. 25 സീറ്റ്സേ ഉള്ളൂ നമുക്ക്. കാരണം ബാക്കി എല്ലാവരും പെയ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് ഒരു ബാച്ചില് അക്കോമഡേറ്റ് ചെയ്യാനും നമുക്ക് പരിധിയുണ്ട്. കാരണം വരുന്ന ആൾക്കാരെ കൊണ്ട് ക്ലാസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളുടെ അഡ്വാൻസ് ചാർട്ട് റീഡിങ്ങും എൻട്രിയും എക്സിറ്റും ഒക്കെ നമ്മൾ നേരിട്ട് ഇരുത്തി അവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ 100 ആളുണ്ടെങ്കിൽ 1000 സ്റ്റോക്ക് ക്ലാസ്സിൽ റീഡ് ചെയ്യും. 1000 ECG റീഡ് ചെയ്ത ഡോക്ടറെ സ്കില്ലില്ലേ, ആ സ്കില്ലുണ്ടെങ്കിലും ഞാൻ ആ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യൂല. കാരണം ഞാൻ വിശ്വസിക്കുന്ന സമയത്തായിരിക്കും അത് നേരെ താഴേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. ഹൈ പ്രോബബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇത് കണക്ട് ചെയ്യും. വർക്ക് ചെയ്താൽ എനിക്ക് പൈസ വേണം, വർക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ ക്യാപിറ്റൽ പോകാനും പാടില്ല. അതല്ലേ വേണ്ടത്? അതല്ലേ? യെസ്, ഓക്കെ. അപ്പോ നമുക്ക് മൂവ് ചെയ്യാം അല്ലേ? ഓൾമോസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവര്, സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നവര്, റിസ്ക് എടുക്കുന്ന ആളുകൾ വെറുതെ അങ്ങ് റിസ്ക് എടുക്കല്ല, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കേണ്ടത് കേട്ടോ. വെറുതെ റിസ്ക് എടുക്കുന്നത് സക്സസ് ആവില്ല. കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ അങ്ങനെ കാര്യം വെച്ചാലേ, നമ്മളെല്ലാരും നോക്കി നിൽക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ ബാത്റൂമിലേക്ക് ഒരു നായ അങ്ങ് കയറിപ്പോയി. കയറിപ്പോയപ്പോ ഒരാള് ഒരു വടിയും വല്ല കമ്പോ അവിടെ എടുത്തിട്ട് ആ ബാത്റൂമിലേക്ക് അങ്ങ് കയറി ഡോറങ്ങ് അടച്ചു. പിന്നെ പൊരിഞ്ഞ യുദ്ധമായിരുന്നു അതിന്റെ ഉള്ളില്. ഓക്കെ, കുറച്ചു നേരം കഴിഞ്ഞ് ഡോറും തുറന്ന് നായനെ ഇങ്ങനെ തൂക്കി വരിക ചെയ്യുന്നേ. ഓക്കെ, അത് റിസ്ക് എടുത്തതാ പുള്ളി. അതൊരു നല്ല റിസ്ക് ആണോ? ഓക്കെ, വാവാ സുരേഷ് പാമ്പനെ പിടിക്കുന്ന നല്ല റിസ്ക് ആണോ? പ്രൊട്ടക്റ്റഡ് അല്ലല്ലോ അപ്പൊ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പരിപാടിയാണ്. കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്, അല്ലാതെ നേരെ ചാടിക്കേറി റിസ്ക് എടുക്കുന്നു ബിസിനസ് ചെയ്യുന്നവരല്ലല്ലോ. അപ്പൊ ബിസിനസ് ചെയ്താൽ ആരാ സക്സസ് ആവുമെന്നൊക്കെ നമുക്ക് മൈൻഡ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. സോ നമ്മൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പഠിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം കൂടി പറയാം, നല്ല ഹ്യൂമൻ ബീങ് ആകുന്നില്ലെങ്കിൽ ഒരിക്കലും വെൽത്ത് വരില്ല. ഒരു സാധനം അടിവരെ ഇട്ടിട്ട് പറഞ്ഞു, ആരാ നല്ല ഹ്യൂമൻ ബീങ് ആകുക എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഒക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ലൈഫ് ട്രാൻസ്ഫോർമേഷനും കൂടെ വേണം ഇതിൻ്റെ അകത്ത്. ഓക്കെ, എങ്കിൽ മാത്രമേ മണിക്കൊരു യോഗം കൂടി വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ സ്കില്ലും പഠിക്കും, സ്റ്റോക്ക് മാർക്കറ്റ് സ്കില്ലും പഠിക്കും, ആ ട്രേഡ് നടക്കുന്ന സമയത്ത് കല്യാണത്തിന് പോയിണ്ടാവും. ഓക്കെ, യോഗം കൂടെ വേണ്ടേ? അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് എ വെൽ ഹ്യൂമൻ ബീയിങ് കൂടി ആകണം. ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. മെന്റൽ ഹെൽത്തും കറക്റ്റ് ആക്കണം നമുക്ക് കേട്ടോ. ഓക്കെ, പ്രോഗ്രാമില് റീപ്രോഗ്രാമിംഗ് ചെയ്യണം മൈൻഡിനെ. മണ്ണ് ക്ലിയർ ആക്കിയിട്ട് മതി വിത്ത് അന്വേഷിച്ചു പോകല്. സോ മണി സൈക്കോളജിയും മണി ആറ്റിറ്റ്യൂഡും ഒക്കെ കറക്റ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഇരുന്നങ്ങ് കാശ് ഉണ്ടാക്കിയ പോലെ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഓട്ടോമാറ്റിക് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഡൺ. ശരി. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ കോർഡിനേറ്റർ? ഓക്കെ, നമുക്ക് ചെയ്യാലോ. ഇനിയിപ്പോ ഫോമോ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. നമ്മൾ ഓൾമോസ്റ്റ് 1.5 hour ആയി. ഷാൽ വി? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോർഡിനേറ്ററെ കണക്ട് ചെയ്താൽ മതി. അവർ സീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും നടക്കുന്നുണ്ട്, അതിന് അഡ്വർടൈസ്മെന്റും ഇല്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ സജസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി തോന്നാത്ത ഒരു സാധനത്തുമ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യോ? ഞാൻ ചെയ്യില്ല. ഓക്കെ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പൊ ഒരാളെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ അയാൾ ടേക്ക് കെയർ ചെയ്യും, ഞാൻ കേട്ടത് ഇയാളും കൂടെ കേൾക്കണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ ജിസ്റ്റോക്ക് അക്കാദമി ഫെയിലിയർ തന്നെയാണ്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, നമ്മുടെ സ്ട്രെങ്ത് അതാണ്. അപ്പൊ നിങ്ങൾ ഈ കോമ്പിനേഷൻ ഒന്ന് കേൾക്കണം. കാരണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം റോങ് കണ്ടന്റ് നിങ്ങൾ കേൾക്കുള്ളൂ. റോങ്. യൂട്യൂബ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. നിങ്ങൾക്ക് കോഴ്സിലേക്ക് വരുമ്പോൾ മനസ്സിലാവും അതിന്റെ നേരെ ഓപ്പോസിറ്റാ. അപ്പൊ വട്ടപൂജ്യമായി നിൽക്കുന്ന യൂട്യൂബ് ഒന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ 100% സക്സസ് ചാൻസ് ആണ് നമ്മളുടെ. കാരണം ഒന്നും ഇനി എം ടി ആയിട്ടുള്ള ഒരു പാത്രമാണ്. നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ട് കയറിക്കോളും. അപ്പൊ യൂട്യൂബ് പഠിച്ച ആൾക്കാരായും തന്നെ നമ്മളൊന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടൊന്ന് കയറ്റാനായിട്ട്. സോ 0 ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വെരി ഈസിയാണ് ട്രെയിൻ ചെയ്യാൻ. നമ്മുടെ കൂടെ 500, 600, 700 വരുന്ന ഹൗസ് വൈഫ്സ് ഉണ്ട്. 10ാം ക്ലാസ് പോലും ഇല്ലാത്ത ആൾക്കാരും കൂടി ഉണ്ട്. സോ നമുക്ക് ഇതൊന്നും അല്ല അതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. സോ ഷാൽ വി വൈൻഡ് അപ്പ്? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബിഗിനേഴ്സ്? ക്ലാസ്സിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. യെസ്. അപ്പോ കോർഡിനേറ്റർ ആയിട്ട് കണക്ട് ചെയ്തോ കേട്ടോ. കോർഡിനേറ്റർ കണക്ട് ചെയ്തോ. എന്നിട്ട് ആഫ്റ്റർ പ്രോഗ്രാം അന്ന് പറഞ്ഞതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് വീഡിയോ ഇട്ടിട്ട് ചോദിക്കാം ഞാൻ എല്ലാവരും മുമ്പ് വെച്ച്. ഞാൻ എം ടി ആണ്. ഞാൻ എന്റേതായ ലെവലിൽ കൂടെ മാത്രം ചെയ്യുന്ന ആളാണ്. എങ്ങനെ? ഞാൻ എം ടി ആണ്, ഒന്നും കണ്ടു പഠിച്ചതല്ല. നമുക്ക് ഇതിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം, എങ്ങനെ വേണം, പച്ചവെള്ളം പോലെ ഇരുന്നാൽ മതി. എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിന്റെ അവസാനം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചോദിക്കാനും പറ്റും. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞല്ലോ. ഇതിൽ അൾട്ടിമേറ്റ്ലി ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നോളേജ് വർക്ക് ആവില്ല. അത് അതിന്റെ റൈറ്റ് ലാംഗ്വേജും അല്ല. ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾക്ക് ആംഗ്യ ഭാഷ മനസ്സിലാകുന്ന ഒരു കാലം വരുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നോളേജ് വർക്ക് ആവും. ഓക്കെ, ഡൺ. ഓക്കെ. ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ്സിന് പോവാത്തത്. എനിക്ക് എന്റേതായ മനസ്സുകൊണ്ട് എനിക്കറിയാം. അവിടെ നമ്മളുടെ മുമ്പിൽ കിട്ടുന്ന റിസോഴ്സസും റോങ് ആണ്. അപ്പൊ നമ്മൾ കാണുന്നതൊക്കെ റോങ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനത് പ്രൂവ് ചെയ്ത് തരാം കേട്ടോ. അത് മനസ്സിലാക്കിയ അത് ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തി തരുന്ന നിമിഷം ഞാൻ ഈ പരിപാടി നിർത്തും. ഓക്കെ, ശരി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ജി സ്റ്റോക്ക് അക്കാദമി. ഓക്കെ, ഇപ്പൊ പ്രോഗ്രാം കോർഡിനേറ്ററുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? വിത്ത് ഓൾ യുവർ പെർമിഷൻ. ഗുഡ് നൈറ്റ്. ഓക്കെ.